വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേൽ അവകാശമില്ല. ജാതികൾ നല്ല എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് നിരാശകൾ മാറിപ്പോവട്ടെ, എല്ലാ ചിന്താഭാരങ്ങളും മാറിപ്പോവട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും നമുക്ക് അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഒരുക്കുന്നല്ലോ. ആമേൻ. നമ്മൾ കർത്താവിന്റെ വചനം തുടർച്ചയായിട്ട് കേട്ടുവരുന്നു. കർത്താവിന്റെ പ്രവർത്തികളെ നമ്മൾ കണ്ടുവരുന്നു. ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ, തുടർച്ചയായി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിച്ചല്ലോ. ദൈവഹിതം പോലെ നമുക്ക് ഇന്ന് രാത്രിയിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ശക്തി തരട്ടെ. നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമയം നിങ്ങൾക്ക് അയച്ചു തരാം. നാളത്തെ പോലെ തന്നെ ആ ടൈം ഞാൻ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കതിൽ പങ്കുചേരാം. വലിയൊരു പദ്ധതിയിലേക്കും വലിയൊരു പ്രവൃത്തിയിലേക്കും പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുവാൻ കർത്താവിൽ ഇടയാക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പോലെ തന്നെ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവര് രാവിലെ നമ്മുടെ മോർണിംഗ് ടൈം ഇന്ത്യൻ സമയം 3 മണിക്കും UK ടൈം 9:30 വരുന്നത്. ഞാൻ എൻ്റെ ടൈം അയക്കാം. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ആഗ്രഹിക്കുന്നവര്, ഉണർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ പങ്കുചേരാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഇന്നലെ നമ്മൾ എത്ര പേര് സൂമിലെ ആ പ്രാർത്ഥന കൈക്കൊണ്ടായിരുന്നു? സൂമിലെ ആ പ്രാർത്ഥന കേട്ടായിരുന്നു? ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ മെസ്സേജ്. കാരണം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. എത്ര പേര് ഇന്നലെ കേട്ടായിരുന്നു? സൺഡേയിലെ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. ഏപ്രിൽ മാസത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഭയങ്കരമായ ഒരു പ്രൊഫറ്റിക്കൽ മാൻഡിൽ, ശുശ്രൂഷയുടെ ഒരു മാൻഡിലിനെ പരിശുദ്ധാത്മാവ് ഏപ്രിൽ മാസത്തിൽ ആളുകളുടെ മേൽ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരുടെ മേൽ, കഴിവല്ല ഞാൻ പറയുന്നത്, പ്രാപ്തിയുള്ളവരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ ആരാണോ ആഗ്രഹത്തോടെ, ബൈബിൾ പറഞ്ഞ പോലെ വാഞ്ചയോടെ ഇരിക്കുന്നത്, വലിയൊരു ഡൈമെൻഷനിലേക്ക്, അതായത് യോസേഫിനെ പോലെയുള്ള ആളുകളെ കാരാഗ്രഹത്തിന്റെ അകത്തുനിന്നും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് ദർശനങ്ങളെ ചോദിക്കുന്ന രീതിയിലേക്കുള്ള അസാധാരണമായ ഡൈമെൻഷനുകളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. ഇന്നലെ കേട്ട വചനത്തിന്റെ മറ്റൊരു ഭാഗം, തന്റെ ഉള്ളത്തിൽ സംസാരിച്ച മറ്റൊരു ഭാഗം, ഇന്ന് നമ്മൾ കേട്ട വചന ഭാഗം എന്താ ചിന്തിച്ചെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരുന്നോ? ഇന്നലെ കേട്ടവരാരെങ്കിലും ഓർക്കുന്നുണ്ടായിരുന്നു? ഇന്നലത്തെ ചിന്ത, വചനമല്ല, ചിന്ത. പൂർണ്ണ ശിഷ്യന്മാർ അകത്തേക്ക് ഒരു ചിന്തയുണ്ടായി. ഭയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരുന്നത് ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എനിക്ക് പൂർണ്ണ ധൈര്യം വേണം. വിശ്വാസ ജീവിതം ധൈര്യത്തിന്റെ ജീവിതമാണ്. നമുക്ക് ധൈര്യം കുറയുമ്പോൾ ഭാരപ്പെടേണ്ട, പൂർണ്ണ ധൈര്യത്തോടെ നിൽക്കുവാനും കർത്താവെ ഒരു മടിയും കൂടാതെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ നാം ചോദിക്കണം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യത്തിലേക്ക് പോവാണ്. പ്രത്യേകിച്ച് നമുക്ക്
ഈ മാസം 24-ഉം 28-ഉം കോട്ടയത്തും കൊല്ലത്തും അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. വിടുതൽ മീറ്റിങ്ങുകളും അന്യഭാഷാ പ്രാർത്ഥനയാണ്. എത്ര പേര് അതിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്? ആ കൂട്ടായ്മയിൽ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, വ്യക്തിപരമായി ദൈവരാജ്യം വളരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ആമേൻ. അപ്പൊ ആ പ്രാർത്ഥനയിൽ വരുന്നവരെല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചിന്തയായിരിക്കണം, കർത്താവെ, എന്നെ ദൈവം ഉപയോഗിക്കുവാണ്, എനിക്ക് ദൈവം ഒരു പ്ലാറ്റ്ഫോം തന്നിരിക്കുന്നു, കർത്താവിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, സ്വർഗരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് തരുന്ന ഒരു അവസരമാണ് എന്റെ പട്ടണത്തിൽ, എന്റെ രാജ്യത്തിൽ, എന്റെ ഈ ലോകത്തിൽ. അപ്പം അങ്ങനെ ഒരു അവസരത്തിന്റെ അകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രദർ വെക്കുന്ന ഒരു പ്രാർത്ഥന മനോഭാവത്തിൽ ആരും വരരുത്. ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. പകരം ഞാൻ ദൈവരാജ്യത്തിന്റെ ഒരു വക്താവായി നിൽക്കുകയാണ്, പട്ടണത്തിൽ, ദേശത്തിൽ ഞാനൊരു പടയാളിയായി നിൽക്കുകയാണ്, ഒരു പോരാളിയായി നിൽക്കുകയാണ്, ക്രിസ്തുവിന്റെ പടയാളിയായിട്ട് ഞാൻ നിൽക്കുക എന്നുള്ള ബോധത്തിൽ വേണം വരാൻ. അപ്പോൾ ദൈവം നിങ്ങളോട് ഇടപെടും, അപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ദൈവരാജ്യത്തിന് നമ്മളെ പ്രയോജനമുള്ളവരാക്കി ദൈവം മാറ്റും. അപ്പം ഞാൻ അവിടെ വന്നിരിക്കുന്നത് അന്യഭാഷ ഇല്ലാതെ ആഗ്രഹത്തോടെ വന്നവരുണ്ട് പല പ്രാർത്ഥനയിലും. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അവിടെ വന്നിരിക്കുമ്പോഴും തലേ ദിവസം പോലെ ഇന്നു മുതലേ പാട്ട്, കർത്താവ് എനിക്ക് ഭാഷാവരം വേണം, എനിക്ക് ആത്മനിറവ് വേണം, അഭിഷേകം വേണം. അഭിഷേകമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ വിലപ്പെട്ട സമ്പാദ്യം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുക തന്നെ വേണം. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോകുന്നു. നമുക്ക് ഒരുമിച്ച് വചനങ്ങളെ കേൾക്കാം. ഈ സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഡിസ്റ്റർബൻസുകളായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതെങ്കിൽ അവർ മൈക്ക് മ്യൂട്ട് ചെയ്യണം എന്ന് നിർബന്ധമായി ഞാൻ പറയുന്നു. വളരെ വളരെ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണല്ലോ. ആമേൻ. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ എന്ന് എൻ്റെ ഉള്ളത്തിൽ ഞാൻ രാവിലെ വചനം വായിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നമ്മൾ മർക്കോസ് ലീഹായുടെ വചനമാണല്ലോ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. 1, 2, 3, 4 അധ്യായങ്ങൾ, 5 അധ്യായങ്ങൾ കഴിഞ്ഞു. 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. നിങ്ങൾ ആ വാക്ക് കൊണ്ടോ? അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ക്രിസ്തു ആശ്ചര്യപ്പെട്ടു. നമുക്കറിയാം പലയിടങ്ങളിലും കർത്താവ് അതിശയപ്പെടുന്നുണ്ട്, ആശ്ചര്യപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ എല്ലാം വിശ്വാസ വീരനെ കണ്ടിട്ടാണ്. നമുക്കറിയാം അവിടെ ഒരു ശതാധിപന്റെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. ഒരു മകളുടെ വിടുതലിന് വേണ്ടി വന്ന ഒരു സഹോദരിയുടെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. ഒരു രക്തസ്രവക്കാരിയുടെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. എന്നാൽ വീണ്ടും യേശു ആശ്ചര്യപ്പെടുന്നു. ഇത് വിശ്വാസം കണ്ടിട്ടല്ല, അവരുടെ അവിശ്വാസം കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെടുന്നു. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അകത്ത് ഭയങ്കരമായ ഒരു അതിശയം. ഇതെന്തൊരു ജനം, എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഇതെന്തൊരു ജനമെന്നൊരു ചിന്ത യേശു ക്രിസ്തുവിന്റെ അകത്തേക്ക് വന്നു. ഇനി ശ്രദ്ധിച്ചോണം. ആ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. തൊട്ടുമുടുത്ത വാക്യത്തിൽ പറയുന്നു, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ചെയ്യുവാൻ കഴിഞ്ഞില്ല. കണ്ടോ? അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, അവിശ്വാസം എന്നുള്ള സംഭവം വളരെ വളരെ വിശ്വാസ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പ്രധാന വിഷയമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടത്. എന്നുള്ള ആ വാക്യം നോക്കി. വിശ്വാസികളായ യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന ജനറേഷനോട് എഴുത്തുകാരൻ പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. നിങ്ങളെ വാക്കുകൊണ്ടോ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടാകരുത്. ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈവിൾ ഹാർട്ട്. അവിടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിന് പറഞ്ഞ ഈവിൾ ഹാർട്ട്. അവിടെ ഞാൻ ആ പദത്തെ അൺബിലീഫിൻ എന്ന വാക്കിനെ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഈ ഗ്രീക്ക് വേർഡ് കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് എപ്പിറ്റോസ് എന്നൊരു പദം കണ്ടു. എപ്പിറ്റോസ് എന്ന പദത്തിൽ കൊടുത്തേക്കുന്നത് വിത്തൗട്ട് ട്രസ്റ്റ് എന്നുള്ള വാക്കമാണ്. വിത്തൗട്ട് ട്രസ്റ്റ്.
വിത്തൗട്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നും പറയാൻ പറ്റും. വിത്തൗട്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? വിത്തൗട്ട് ട്രസ്റ്റ് അവിശ്വാസം. വിശ്വാസമില്ല, അവിശ്വാസം. അത് തന്നെ അല്ലേ? വിത്തൗട്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, അവിശ്വാസം തന്നെയാണെങ്കിൽ ഞാൻ ആ വാക്കിലേക്ക് കൂടുതൽ അതിന്റെ അർത്ഥത്തിലേക്ക് നോക്കിയ സമയത്ത് അവർ പറയാണ് ആശ്രയമില്ലാതെ, ആശ്രയിക്കാതെ. കൂടാതെ നമ്മൾ പറയത്തില്ല വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലാതെ, കൂടാതെ, മാറ്റിവെക്കുന്നു, ഒഴിച്ചു കളയുന്നു, അതിനെ നീക്കുന്നു. അപ്പം എനിക്ക് ട്രസ്റ്റ് ഉണ്ടെന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്, നമ്മുടെ അകത്ത് ഈ അവിശ്വാസമുള്ള ഒരു ഹൃദയം. ഇത് ആരോടാ പൗലോസ്ലീഹ പറയുന്നത്? ലോകത്തിൽ മദ്യപാനിയോടോ, വെറുക്കുത്തുകാരനോടോ, ദൈവത്തെ അറിയാത്തവനോടോ, അവിശ്വാസിയോടോ, പിശാചിന്റെ കൂട്ടാളിയോടോ അല്ല പറഞ്ഞേക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. അപ്പൊ ഇവിടെ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ യഹൂദന്മാരായിട്ടുള്ള, നമുക്ക് തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, യേശുക്രിസ്തു ശബത്തായപ്പോൾ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. നോക്കിക്കേ, പലരും കേട്ടു വിസ്മയിച്ചു, ഭയങ്കര കയ്യടിയും യേശുവിന്റെ പ്രസംഗം കേട്ടപ്പോഴേക്കും ഭയങ്കര ആവേശം. ഈ ഉടനെ അടുത്ത വാക്ക്, ഇവൻ ഇത് എവിടുന്ന് കിട്ടി? കണ്ടോ, ഇവന് ഈ യേശുവിനെ പറ്റി പറയാണ്. ഞാൻ ആ വാക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം. അതേപോലെ ആ വാക്കങ്ങ് പറയുകയാണ്, ഈ കിട്ടിയ ജ്ഞാനം ഇവന്റെ കയ്യാൽ, യേശുവിന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് കണ്ടോ, ഇത് മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദെ, ശീമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? കണ്ടോ, അപ്പൊ യേശുവിലൂടെ അത്ഭുതം നടന്നപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ ഒരിക്കലും യേശുവിനെ ഭൂമിയിലുള്ള ഒരു കുടുംബമായിട്ടോ ഒന്നുമായിട്ടോ കണക്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ ഇന്നലെ യേശുവിനെ ജഡത്തിൽ അറിയുന്നു, എന്നാൽ ഇപ്പോഴോ ഞങ്ങൾ യേശുവിനെ ജഡത്തിൽ അറിയുന്നില്ല. ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ റേഷൻ കാർഡിലെ അഡ്രസ് അല്ല ഇപ്പോൾ വിഷയം. പൗലോസ്ലീഹ പറയുക, ഇത് ജീവനുള്ള ദൈവമാണ്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്, ജീവന്റെ അപ്പമായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. പക്ഷെ യഹൂദന്മാർ യേശുവിനെ എന്ത് ചെയ്യാൻ നോക്കുവാണ്? യേശു ക്രിസ്തുവിനെ ഈ ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുവാണ്. ശ്രദ്ധിച്ച്, ഈ ലോകവുമായിട്ട് കണക്ട് ചെയ്യാണ്. യേശുവിന്റെ സഹോദരങ്ങൾ ഇവിടെ നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് യേശുവെങ്കിൽ ഇടറിപ്പോയി. കണ്ടോ, ഇവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞ വാക്ക്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അവിശ്വാസമുള്ള ഹൃദയം വാക്കുകൊണ്ട് ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ്. ഈവിൾ ഹാർട്ട് നമുക്ക് വരും. അപ്പൊ നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തുടിക്കുന്ന ഹൃദയത്തെ പറ്റിയല്ല പറഞ്ഞ, മനസ്സിനെ പറ്റിയാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും എന്ത് ചെയ്യാൻ നോക്കുമെന്നറിയാവോ? ഈ അൺബിലീഫിലേക്ക് പോകുവാൻ ശ്രമിക്കും. അൺബിലീഫ്, അവിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാൻ എപ്പോഴും നമ്മുടെ മനസ്സ് എന്ത് ചെയ്യാൻ നോക്കും? ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണം, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് എബ്രായർ ക്രിസ്ത്യാനിയാണ്. യഹൂദ മതത്തിൽ നിന്നും യഹൂദ വിശ്വാസത്തിൽ നിന്നും യേശുവിനെ കണ്ട് അവർ വന്നു. എന്നാൽ സഭയ്ക്ക് ആദ്യ കാലഘട്ടത്തിൽ വലിയ പീഡയുണ്ടായി, അവർക്കിടയിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ആൾക്കാരുടെ ഇടയ്ക്ക് വലിയ സംശയങ്ങളുണ്ടായി. ഈ പറയുന്നതൊക്കെ ശരിയാണോ? യെരൂശലേം ദേവാലയത്തിൽ ഞങ്ങൾ മടങ്ങിപ്പോയാൽ മതിയോ എന്നൊക്കെയുള്ള വെല്ലുവിളികൾ ഉണ്ടായപ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി അവരുടെ ജീവിതത്തിൽ. ഇത് പൗലോസ് അപ്പോസ്തലന്മാർ പറയുന്നത് ശരിയാണോ, അതോ ഞങ്ങൾ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോണോ എന്നിങ്ങനെ പല ചിന്തകൾ ഇവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അവരോട് പൗലോസ് പറയാണ്, മടങ്ങിപ്പോകരുതേ നിങ്ങൾക്ക് വചനം അറിയാത്തവരല്ല നിങ്ങള്, ദൈവത്തെ അറിയാത്തവരല്ല നിങ്ങള്. നിങ്ങൾക്ക് നല്ല പോലെ അറിയാം ദൈവം ആരെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നൊക്കെ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. എന്നിട്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യുന്നു? വിട്ടേച്ച് പോകാൻ ശ്രമിക്കുന്നു. അതിന് കാരണം നിങ്ങളല്ല, പകരം ദുഷ്ടഹൃദയം. കണ്ടോ, ദുഷ്ടഹൃദയം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്റെ ചോദ്യം, നമുക്ക് ഈ വിശ്വാസം, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും യേശു എൻ്റെ രക്ഷകനാണെന്നും ഉള്ള വിശ്വാസം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയോ എന്ന് പറയാൻ പറ്റുമോ? എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? അതാണ് ഉത്തരം. സഹോദരി വചനം പഠിച്ചെന്ന് ഞാൻ നന്നായി വിശ്വസിക്കുന്നു. കാര്യം കറക്റ്റ് ഉത്തരം പറഞ്ഞു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. നോക്കിക്കേ, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ്, വിശ്വാസത്തിന്റെ അതേ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്.
വിശ്വാസത്തിന്റെ ആത്മാവ് നോക്കിക്കേ. അപ്പൊ എനിക്ക് ഈ അസാധാരണമായ കാര്യങ്ങൾ എൻ്റെ പ്രതിസന്ധിക്കകത്ത് എനിക്ക് എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിന്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ വിശ്വാസത്തിന്റെ അകത്ത് ഒരു ആത്മാവുണ്ടെന്ന് പറ. എന്റെ വിശ്വാസത്തിന്റെ അകത്ത് ഒരു ആത്മാവുണ്ട്. വിശ്വാസത്തിന്റെ അകത്തൊരു ആത്മാവുണ്ട്. നിങ്ങൾ ഞാൻ പലപ്പോഴും ഈ പല ആൾക്കാരും പലപ്പോഴും ഞാൻ ഈ പ്രയർ റിക്വസ്റ്റുകൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ബ്രദറെ സിസ്റ്റർ, അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ. അപ്പൊ ഉടനെ നമ്മളെല്ലാവരും കർത്താവ് യേശുവേ, ദൈവം ചിലപ്പോൾ ഒരു ആലോചന നമ്മളോട് സംസാരിക്കുമായിരിക്കാം, ഇല്ലെങ്കിൽ വചനം തരുമായിരിക്കാം, ഇല്ലെങ്കിൽ പ്രാർത്ഥന മാത്രമായിരിക്കാം. ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുക, ഒരു ടെൻഡൻസി വരിക, ബ്രദറെ ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കും, പിന്നെയും ഒരു ടെൻഡൻസി വരിക. അപ്പം ഞാൻ പൊതുവെ അത് പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ കാരണം ഈ ഒറ്റ കാരണമാണ്. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ ബുദ്ധിമുട്ടിക്കാന്ന് തോന്നരുതേ ബ്രദറെ. കണ്ടോ, നമുക്ക് എന്തോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കാര്യം എന്തുവാ, ഇത് എടുത്തു പറയുമ്പം ഇതൊരു ബുദ്ധിമുട്ടാണോ എന്നൊരു ചിന്ത വരാൻ കാരണം എന്തുവാ, പറഞ്ഞു തരാം. അതിന്റെ കാരണം ഇതാണ്, അൺബിലീഫാണ്. കണ്ടോ, നമുക്ക് ആ സമയത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്ട്രഗിൾ ചെയ്യുക, അല്ലെ? സത്യമല്ലേ ഞാൻ പറയുന്ന, സത്യമല്ലേ ബ്രദറുടെ കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞാലും ആണോ അല്ലേ? നിങ്ങൾ പറ, സത്യമല്ലേ? നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രഗിൾ അല്ലേ? ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഉണ്ടോ ഇല്ല? ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു മടിയും വേണ്ട. സമയത്ത് പറ്റാറില്ല. സത്യമായ കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അനുഭവം പറയാം. ഞങ്ങളിങ്ങനെ ഈ UK വരുന്ന ഒരു ടൈം ആയപ്പോൾ കർത്താവ് എല്ലാ കാര്യങ്ങളെ വ്യക്തമായി സംസാരിച്ചു. ഇവിടെ വരണം, ദൈവാത്മാവ് ഒരു നിയോഗം തന്നു, ദൈവാത്മാവ് ഇടപെട്ടു. 2018 മുമ്പാണ് ദൈവാത്മാവ്, 18 ദൈവാത്മാവ് സംസാരിക്കുന്നതും വ്യക്തമായി എഴുതി വെച്ചതാണ്. പക്ഷേ ഈ ഞങ്ങൾ വരുന്ന സമയത്ത് മോന്റെ ജോഷുവയുടെ കാര്യത്തിൽ അവന്റെ മെഡിക്കൽ സംബന്ധമായിട്ട് ഞങ്ങൾ ഓൾറെഡി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു പോയി. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പിന്നീടാണ് മനസ്സിലായത് ഇവന് മെഡിക്കൽ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. മെഡിക്കൽ വേണ്ട, പിന്നീടാണ് അവർ മനസ്സിലായത് മെഡിക്കൽ വേണമായിരുന്നു. ആദ്യം പറഞ്ഞു മെഡിക്കൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് VFSC ഇങ്ങോട്ടുള്ള പ്രോസസ്സിന് വേണ്ടി വിസയ്ക്ക് കൊടുത്തു. രണ്ടാമത് പറഞ്ഞു അയ്യോ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി ഇത് പ്രോസസ്സിന് പോയി. അപ്പോൾ അവർക്ക് തന്നെ അവരാണെങ്കിൽ അവർ പറഞ്ഞത് ഇത് എറണാകുളത്താണോ ചെന്നൈയിലാണോ പാസ്പോർട്ടെന്ന് അവർക്ക് ഒരു സ്റ്റാറ്റസ് നമുക്ക് പോയി ചോദിക്കാൻ പറ്റത്തില്ല അവിടെ. അതാണ് മെയിൻ കാര്യം, പാസ്പോർട്ട് തിരിച്ചു ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പം ഞങ്ങളുടെ ചെന്നപ്പോഴേക്കും അമൃത ഹോസ്പിറ്റൽ എറണാകുളത്തെ അവർ പറഞ്ഞു പാസ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയത്തില്ല, പാസ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ ചെയ്യുവാൻ കഴിയത്തില്ല എന്നവർ പറഞ്ഞു. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, ചെയ്യുവാൻ പറ്റത്തില്ല എന്നവർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് അറിയാവുന്നൊരു ബന്ധം ഉണ്ടായിരുന്നു, അതെല്ലാം അവിടെ കണക്ട് ചെയ്യാൻ നോക്കി. എന്നിട്ട് പോലും അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ എൻ്റെ മനസ്സിൻ്റെ അവസാനം എൻ്റെ കൂടെ വന്ന ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നാൽ പിന്നെ പാസ്പോർട്ടൊക്കെ വന്നിട്ട് പിന്നെ അതെ. അപ്പം ഞങ്ങൾക്ക് ടൈമും കുറവായിരുന്നു. അപ്പം എൻ്റെ അകത്ത് എൻ്റെ മനസ്സ് വിശ്വാസമുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് നമ്മൾ സ്റ്റക്കാവും. ഞാനതാ പറഞ്ഞത്, നമ്മുടെ ഉണ്ടാകുന്ന ഇമോഷനുകളെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ മനസ്സ് പെട്ടെന്ന് വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അതുപോലെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചു എല്ലാം ചെയ്തിട്ട് പോലും പെട്ടെന്ന് ഒരു രക്ഷയില്ല. ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു നടക്കുന്നില്ല. അറിയാവുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോലും അവർക്കും ഒരു രക്ഷയില്ല. അവരും പറഞ്ഞു നോ രക്ഷ എന്ന് പറഞ്ഞു. ഇപ്പൊ കൊച്ചും വൈഫും വണ്ടിക്കകത്തിരിക്കുന്നു, ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനം എൻ്റെ മനസ്സ് പറയുക എന്നാൽ പിന്നെ തിരിച്ചു പോയേക്കാം. അപ്പൊ വൈഫിന്റെ അകത്തൊരു ചിന്ത, ഇല്ല പോകണ്ട, ദൈവം നമുക്കിന്നൊരു അത്ഭുതം ചെയ്യും. അപ്പൊ എൻ്റെ മനസ്സിന്റെ അകത്തൊരു തീരുമാനമെത്തി. ഞാനത് പണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ വിശ്വസിക്കുന്നതിന്റെ അപ്പുറമായ ചില കാര്യങ്ങളുണ്ട്, നമ്മളെ സർപ്രൈസ് ആക്കുന്ന ദൈവമുണ്ട്. അപ്പൊ എൻ്റെ മനസ്സിൽ ഓൾറെഡി കൺക്ലൂഷൻ കൊണ്ടുവരാൻ തുടങ്ങി, തിരിച്ചു പോയേക്കാം. പക്ഷെ വൈഫ് പറഞ്ഞു വേണ്ട, ദൈവം ഒരു പ്രേരണ തരുന്നു. ഞങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴും അവർ പറഞ്ഞു, അവിടുത്തെ മുമ്പിൽ നിൽക്കണം, അവർ പറഞ്ഞു വെറുതെ വെയിറ്റ് ചെയ്യേണ്ട, സമയം വേസ്റ്റാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തി വിളിച്ചു പറയുകയോ വരികയോ എന്തോ ചെയ്തു, ഇവന്റെ കാര്യത്തിൽ മാത്രം ഒരു കൺസെഷൻ ചെയ്തോളാൻ പറഞ്ഞു. അത് ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് റിസപ്ഷനിൽ ഇരുന്ന ആ സ്റ്റാഫ് ചെയ്യാൻ വേണ്ടി ഓടി വന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി കൺഫേം ചെയ്യുക, വിളിച്ച് ശരിയോ തെറ്റോ അവിടെ വിളിച്ച് കൺഫേം ചെയ്തു. അപ്പൊ അവര് പറയുന്നു ഓക്കെ. അപ്പൊ ഞങ്ങൾ അടുത്ത ചോദ്യം, ഈ മെയിൻ ആയിട്ടുള്ള, അതായത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്ന മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തൊന്നും എനിക്ക് അറിയത്ത് പോലും ഇല്ല, ഇവരുമായിട്ട് വല്ലോ കണക്ഷനും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു കണക്ഷനും ഇല്ല.
ഒരു ബന്ധവുമില്ല. അപ്പൊ എൻ്റെ ഒരു മനസ്സിൽ വന്നു, ആ മനുഷ്യനോട് ആര് പോയി പറയാനവിടെ? ആരും റിക്വസ്റ്റ് ചെയ്ത എൻ്റെ മെയിൻ പദവി ഇരിക്കുന്ന ഒരാളാണ്. ആ പുള്ളിക്കാരി പറയും, ആദ്യമായിട്ട് ഇത്ര നാളെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുക, അതുകൊണ്ടാണ് ഞാനോട് ക്ഷമിക്കണം, ഞാൻ ഒന്ന് റീകൺഫേം ചെയ്യുന്നു പറഞ്ഞു. ഒന്നും കൂടെ ഞാൻ കൺഫേം ചെയ്തതിന്റെ കാരണം, അപ്പൊ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ചില സമയങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ കവിയുന്ന രീതിയിൽ അൺബിലീഫ് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് വൈഫിന്റെ അകത്ത് ദൈവം ഒരു എക്സ്ട്രാ ഫെയ്ത്ത് കൊടുത്തു. കണ്ടോ, ഇപ്പൊ ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്യോ പോയേക്കാം, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, പാസ്പോർട്ട് കിട്ടിയിട്ട് പിന്നെ വരാം. പക്ഷെ അവിടെ ഒരു എക്സ്ട്രാ ഫെയ്ത്ത് ഉടനെ വർക്കൗട്ട് ചെയ്തപ്പം അവിടെ ആർക്കും കിട്ടാത്തൊരു അൺമെറിറ്റബിൾ ഫേവർ റിലീസായി. കണ്ടോ, അവർ തന്നെ പറഞ്ഞു നോക്കിക്കേ, ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓടി വന്ന് ഡോക്ടറുടെ മുമ്പിൽ വെച്ച്, ഡോക്ടറെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കൺഫേം ചെയ്യാൻ വേണ്ടി റിസപ്ഷനിസ്റ്റ് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാര്യം എന്തുവാ? അവർക്ക് ഡൗട്ട് വന്നു, ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ല, ഒരു പേപ്പർ വെച്ചുകൊണ്ട് അത് ചെയ്യത്തില്ല അവര് കൺഫേം ചെയ്യുക പോയി. അപ്പൊ നമ്മുടെ അകത്തൊരു എക്സ്ട്രാ ഫെയ്ത്ത് ദൈവം തരും. എന്നാൽ ഈ അൺബിലീഫ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ അകത്ത് വേട്ടചാടുന്ന ഒരു സംഭവം, അൺബിലീഫ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, പലപ്പോഴും നമ്മളൊരു പ്രയർ റിക്വസ്റ്റ് ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് ഒരു ദൈവദാസനോ ഒരു സുവിശേഷകനോ ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രയർ ലൈൻ ആയിക്കോട്ടെ, പ്രാർത്ഥിച്ച സെക്കൻഡ് മുതൽ നമ്മുടെ അകത്ത് പിന്നെ ഒരു ടെൻഡൻസി വരിക, അടുത്ത ആളെ വിളിച്ചു പറയണം. ഒന്നും കൂടെ 2 ദിവസം കഴിയുമ്പം നടന്നില്ലെങ്കിൽ ഉടനെ മനസ്സ് പറയാണ്, നടന്നില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. കണ്ടോ, ഇതാണ് അൺബിലീഫ്. അപ്പൊ എന്റെ ചോദ്യം, ആരുടെങ്കിലും മനസ്സിൽ വന്ന, ബ്രദറെ ഞങ്ങൾ എന്നാ ചെയ്യുമെന്ന് ആർക്കെങ്കിലും ചിന്ത വന്നോ? ആർക്കും വന്നില്ലേ? എനിക്ക് മാത്രമേ വന്നുള്ളൂ? വന്നു, ധൈര്യത്തോടെ പറഞ്ഞു, ധൈര്യത്തോടെ പറഞ്ഞു, വന്നു. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ വിശ്വാസം പിടിച്ചു മേടിച്ചതല്ല, ഈ വിശ്വാസം നമ്മൾ നിർമ്മിച്ചതല്ല, കിട്ടിയതാ. മനസ്സിലാവുന്നുണ്ട്? ഇത് കിട്ടിയ വിശ്വാസമാണ്. യേശുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് കിട്ടിയ വിശ്വാസമാണ്, നേടിയതല്ല, ഉണ്ടായതല്ല, കിട്ടിയ വിശ്വാസമാണ്, ദാനം കിട്ടിയതാ. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക, ബ്രദറെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എനിക്കറിയാം ബ്രദറെ, എന്നാലും ബ്രദറെ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, ഒരു ഭാരം, ഒരു ഭയം, ഒരു ആകുലത. അതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? ഈവിൾ ഹാർട്ട്. എന്റെ അർത്ഥം നമ്മുടെ അകത്ത് പിശാചിന്റെ ഹൃദയം ഉണ്ടെന്നല്ല എന്റെ അർത്ഥം, ഈവിൾ തോട്ട്സ് കൊണ്ട് നിറയും, അൺബിലീഫ് നിറയും. അവിടെ നമ്മളെ സഹായിക്കുവാൻ കഴിയുന്ന ആളുടെ പേര് പൗലോസ് പറയുക, വിശ്വാസം തരുന്ന ആത്മാവ്. കണ്ടോ, വിശ്വാസം കിട്ടിയ തന്നയാൾക്ക് മാത്രമേ ആ സമയത്ത് ആ അവിശ്വാസത്തിന്റെ അണുക്കളെ തകർക്കുവാൻ, ഒരു വിശ്വാസത്തിന്റെ ഓവർഫ്ലോ വെളിപ്പെടുത്തുവാൻ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കത്തില്ല ഈ കാര്യം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? നമ്മൾ ഒരു പ്രാർത്ഥനാ വിഷയം ഒരു ദിവസം നിങ്ങൾ 100 പ്രാവശ്യം പറയുമ്പോൾ അത് ഒരിക്കലും വിശ്വാസമല്ല പ്രിയരെ. നിങ്ങളെ ഞാൻ കുറ്റം പറയുമല്ല. ചിലരുണ്ട് പറയും, ബ്രദറെ എന്റെ വിഷമം കൊണ്ട് പറയുക, ആ വിഷമം എന്തുകൊണ്ട് വരുന്നു? നമ്മൾ ചോദിക്കും, കർത്താവേ യേശു എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ദൈവദാസനിലൂടെ ദൈവം ദൂത് കേൾപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ ബലപ്പെടുത്തി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? എന്നെ സഹായിക്കണം കർത്താവേ, എന്റെ ഉള്ളത്തിൽ വിശ്വാസത്താൽ നിറയ്ക്കണം കർത്താവേ, എനിക്കിതിൽ ഉറച്ചു നിൽക്കണം, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത് വരെ പതറാതെ പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസം എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കണ്ടോ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയാവോ? മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, അവരുടെ ഉള്ളത്തിൽ ഒരു അവിശ്വാസം ക്രിയേറ്റായി. നോക്കിക്കേ, അവിടെ യേശു അത്ഭുതം ചെയ്യാഞ്ഞിട്ടല്ല അവർ അവിശ്വസിച്ചത്, യേശു ക്രിസ്തുവിലൂടെ നടന്ന് യേശുവിന്റെ കയ്യാൽ വീര്യപ്രവർത്തികൾ നടന്നു. അയ്യോ, അത്ഭുതത്തിന്റെ വലിയൊരു ഹയർ ലെവലാണ് വീര്യപ്രവൃത്തി, ഹയർ ലെവലാ അത്. ചിലപ്പോൾ ഒരു കണ്ണുണ്ടായി വന്ന് കാണും, കാലുണ്ടായി വന്ന് കാണും, ചെവി ഉണ്ടായി വന്ന് കാണും, ഊമൻ സംസാരിച്ച് കാണും, നമുക്കറിയത്തില്ല എന്താ അത്ഭുതം. ഇത് കണ്ടു കഴിഞ്ഞപ്പം വിശ്വസിക്കേണ്ട സ്ഥാനത്ത് ഉടനെ പറയുക, ഇത് നമ്മുടെ ആളല്ലേ. കണ്ടോ, ഇത് നമ്മുടെ ആളല്ലേ, ഇത് എവിടുന്ന് കിട്ടി പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ യേശുവിനെ അളക്കാൻ നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് കൊണ്ടോ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അടുത്തത് വീര്യപ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്നില്ല. കാര്യം എന്താണ്? വിശ്വാസം പ്രധാന ഘടകമാണ്.
വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അബദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. എനിക്ക് അന്ന് മനസ്സിലായി ഈ വിശ്വാസത്തിനൊരു വേരിയേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ വിശ്വാസത്തോടെയാണ് അവിടെ ചെന്നത്. ഇടയ്ക്ക് എവിടെ വെച്ചോ എൻ്റെ വിശ്വാസത്തിന്റെ അകത്ത് ഒരു വേരിയേഷൻ തിരിച്ചു പോയേക്കാം എന്നെൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു അൺബിലീഫ് കണ്ടോ. അവിടെ മറ്റൊരാള് കൂടെ ഉണ്ടായിരുന്ന ഭാര്യയുടെ അകത്ത് ദൈവം ഒരു എക്സ്ട്രാ ഫെയ്ത്ത് കൊടുക്കും. അപ്പൊ പോകരുത്, ഇന്നൊരു ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു. കണ്ടോ, രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി, രണ്ടുപേരും ഒരുമിച്ച് വിശ്വസിച്ചു. ഒരാൾക്ക് എന്ത് പറ്റുന്നു, പെട്ടെന്നൊരു വേരിയേഷൻ. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ അളവുണ്ട് നമുക്ക് തരുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? കർത്താവേ, എനിക്ക് ഇവിടെ എന്തായാലും ഇത് വേണം, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്റ്റക്കായി നിൽക്കുക, എനിക്കിപ്പം ഭയങ്കര ഭാരം വരുന്നു, എനിക്കിത് നടക്കുമോ ഇല്ലെന്നൊരു സംശയം എൻ്റെ അടുത്ത് അറിയുക. പരിശുദ്ധാത്മാവേ, എനിക്ക് വിശ്വാസം തന്നയാളേ, പരിശുദ്ധാത്മാവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ അപ്പ. ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട. ഈ സമയത്ത് കർത്താവ്, എനിക്ക് വിശ്വാസത്തിന്റെ ഒരു വർധനവ് ആവശ്യമാണ്. കാര്യം എന്നറിയാവോ? എൻ്റെ അകത്ത് അൺബിലീഫ് വിത്തൗട്ട് ട്രസ്റ്റ് എന്നാണ് ആ വാക്കിനെ കൊടുത്തേക്കുന്നത്. അതായത് ആശ്രയമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോവാ. ഞാൻ വേറെ എന്തിനെയോ വിശ്വസിക്കാൻ പോവാ, ഞാൻ വേറെ എന്തിലേക്കോ. അവിടെയാണ് നടക്കുന്നത് ഈവിൾ ഹാർട്ട്, ഈവിൾ തോട്ട്സ്. ഇതിലേക്ക് എൻ്റെ മൈൻഡ് പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തിക്കും? ബ്രദറിന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒന്നും പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പല കൂട്ടായ്മയിലും കലഹങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന ഘടകം ഇതാ. ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ച്, മൈൻഡ് ചെയ്യാത്തോണ്ടല്ല. നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് 100 പ്രാവശ്യം പറഞ്ഞാലും അവരുടെ മറുപടി ഇത് തന്നെയായിരിക്കും, സിസ്റ്ററെ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടോ, പിന്നെയും പറയുക, സിസ്റ്റർ യേശുവിനെ നാഥ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെയും ഇത് തന്നെയുള്ളൂ മറുപടിയുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടത്? അൺബിലീഫിനെ ജയിക്കുവാൻ സഹായിക്കുന്ന ആള് പരിശുദ്ധാത്മാവാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ തന്ന് നിങ്ങൾക്ക് വിശ്വാസം തന്ന ഒരു ആത്മാവുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്ത് കർത്താവിന്റെ വചനത്തെ ഉറപ്പിച്ചു വന്ന ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ നിങ്ങൾ മറന്നുപോയോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ എന്ന് പൗലോസ്ലീഹ ചോദിക്കുന്ന ഒരു ഭാഗം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ കാണാൻ പറ്റും അല്ലേ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരെ, 3:3 നോക്കിക്കേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ച് നിങ്ങൾ ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നുവോ? എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? കണ്ടോ, അപ്പൊ എനിക്ക് വിശ്വാസം തരുന്ന ഒരു കണക്ഷൻ ഉണ്ട്. സ്വർഗം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത്, ബ്രദർ എനിക്കിപ്പോ കരയാനല്ലാതെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് 100 ബ്രദർമാര് 100 വട്ടം എൻ്റെ ചെവിയിൽ വന്ന് പലതവണ പറഞ്ഞിട്ടും, ബ്രദറെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ബ്രദറെ ഇപ്പോഴും സങ്കടങ്ങളും ആകുലതകളും ഭയവും ഭാരവും ആണെങ്കിൽ, പ്രിയരെ, നിങ്ങളകത്ത് അൺബിലീഫ് നിറയുന്നു. നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത്, വിശ്വാസം തന്നയാളോട് ചോദിക്ക്, പരിശുദ്ധാത്മാവേ, ഇന്നലെ നമ്മൾ കേട്ടായിരുന്നു, ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ, പൂർണ്ണ ധൈര്യത്തോടെ കർത്താവിന്റെ സുവിശേഷം പ്രവർത്തിക്കുവാനും പറയുവാനും ദൈവപ്രവർത്തികൾ ചെയ്യുവാനും ഞങ്ങൾക്ക് പൂർണ്ണ ധൈര്യം വേണം. ഉടനെ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞവരായി. കണ്ടോ, ഇപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനാണെന്ന് യേശുക്രിസ്തു പറയാൻ കാരണം മനസ്സിലായി. ഞാൻ പോകുന്ന നിനക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ വരത്തില്ല. കണ്ടോ, യേശു പോകുന്നത് പ്രയോജനമെന്ന് യേശു തന്നെ പറയണമെങ്കിൽ വരുന്നയാള് നിസാരക്കാരനല്ല എന്നതിന്റെ അർത്ഥം. സഹായകൻ എന്നാ പറയുന്നത്. കണ്ടോ, സഹായകൻ. ഇപ്പൊ നമുക്ക് സഹായിക്കാൻ കഴിയുന്നയാളാ. സഹായിക്കാൻ. അൺബിലീഫിനെ പ്രോത്സാഹിപ്പിക്കരുത്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, അവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറ. നമുക്ക് വലിയ നാണക്കേടാ അവിശ്വാസം ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി. ഇല്ല ബ്രദറെ, ഞാൻ ഒരിക്കലും സഹോദരിയുണ്ട്, എന്ത് പറഞ്ഞാലും ഉള്ള എപ്പോഴും ആ വിഷയത്തിന്റെ അകത്ത് ആകുലത പറയും. ഞാൻ പറയും, സിസ്റ്ററെ, നമ്മൾ ബ്രദറിനെ അവിശ്വസിച്ചിട്ടേ ഇല്ല. അവിശ്വാസം ഒന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം പറയുന്നുണ്ട് നമ്മൾ. ഇത് അവിശ്വാസമാണ്, സമ്മതിച്ചാൽ പറയുന്നത്. ഇവിടെ ആരും തോക്കുന്നില്ല. പകരം നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് കിട്ടിയ വിശ്വാസം വെച്ചോ നമ്മൾ ഈ പരിപാടി മൊത്തം ചെയ്യുന്നത്.
ഈ പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മുഴുവൻ പ്രോഗ്രാമും ഫംഗ്ഷൻ ആകുന്നത് മുഴുവനും, വിശ്വാസ ജീവിതം ഫംഗ്ഷൻ ചെയ്യുന്നത് മുഴുവനും കിട്ടിയ വിശ്വാസം വെച്ചോണ്ട്, അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ വിശ്വാസമല്ല, നിർമ്മിച്ചെടുത്തതല്ല, കിട്ടിയ വിശ്വാസത്തിന്റെ അകത്താ. എപ്പോഴും മനസ്സിലാക്കണവേ, എവിടെയോ ഇരുന്ന് എന്നെ യേശു, എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞതുപോലെ, ഈ പ്രാർത്ഥനക്കാരുടെ തന്ത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതികൂലത്തിന്റെ അകത്തും കട്ടതയ്ക്കകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സൂത്രത്തിൽ കുറെ പൈസയെ കൊടുത്ത്, അവരുടെ വിഷമങ്ങൾ ആ സമയത്ത് ഇവരെ എന്തൊക്കെയോ കൊടുത്ത് സഹായിച്ച്, പൈസ കൊടുത്ത് സഹായിച്ച്, അവരെ എന്ത് ചെയ്യുക, ചാക്കിലാക്കി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഈ പ്രാർത്ഥനക്കാർ. എനിക്കറിയത്തില്ല, ഞാൻ ആർക്കെങ്കിലും കാശ് വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒന്ന് പറഞ്ഞ്, ഉണ്ടോ ഇല്ലയോ? ഇല്ല ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ് വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുവിലേക്ക് വന്ന ബിരിയാണി മേടിച്ചരാന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചോ നിങ്ങളെ? എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നുപോയി. കാരണം ആൾക്കാരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ പുറകെ നടന്ന് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ആൾക്കാരുടെ വിഷയം അറിഞ്ഞ്, ഇനിയിപ്പോ സ്വർണ്ണപ്പണയനുണ്ടോ, ഉടനെ കാശ് കൊടുത്ത് സ്വർണ്ണം എടുത്തു കൊടുക്കുന്നു. വീട് ജപ്തിയാണോ, ഉടനെ കാശ് കൊടുത്ത് വീട് ജപ്തി കൊടുക്കുന്നു. ഇനി അവർക്ക് ആഹാരമില്ല, പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പിടിച്ചു, എന്ത് ബുദ്ധിമുട്ടാന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഗതികേട് യേശുവിനില്ല. യേശു പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കണ്ടോ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ പിടിവിക്കും. കണ്ടോ, ഇത് ദൈവരാജ്യമാണ് പ്രിയരെ. ഇവിടെ സഹായകനായ പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ മനുഷ്യനല്ല നിങ്ങളുടെ സഹായം, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഒരു മനുഷ്യനെയും ആശ്രയിച്ച് ജീവിക്കരുത്. ഇന്നയാൾ എന്നെ സഹായിക്കുമെന്ന് ഓർത്ത് ജീവിക്കരുത്. ഇന്ന വ്യക്തി എന്റെ കൂടെ ഉണ്ടെന്ന് ഓർത്ത് നിങ്ങൾ ആ വിശ്വാസം ജീവിക്കരുത്. എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഓർത്ത്. ചില സമയങ്ങളിൽ നമ്മൾ തോറ്റുപോകാൻ സാധ്യതകൾ വരും. ചിലപ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകും, വിശ്വസിച്ചിട്ടും സങ്കടം വരും. പലപ്പോഴും പ്രാർത്ഥനകളിൽ പോയിട്ടും കരഞ്ഞു പോകും. ഇവിടെയൊക്കെ നമ്മൾ തളരുമ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രദറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പ്രയർ ലൈനെ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല, അജാസ്റ്റോ വർഗീസ് വേറോ ആരും വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇവരാരും ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, ഇവരാരും ഫോൺ എടുക്കുന്നില്ല, ഇവരാരും മെസ്സേജ് ചെയ്യുന്നില്ല. ഉടനെ ദൈവസന്നിധി കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ തന്നയാള് പരിശുദ്ധയാത്മാവാണ് പ്രിയരെ. ഇവരൊന്നുമല്ല, ഒരു ബ്രദറുമല്ല, ഒരു സിസ്റ്ററുമല്ല, ഒരു പാസ്റ്ററുമല്ല. ഇതെല്ലാം നൽകിയത് പരിശുദ്ധ-ആത്മാവാണ്. മറന്നു പോകരുതേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതെ യേശു അവിടെ മടങ്ങുന്നത് കണ്ടോ? അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. എന്റെ യഹൂദ, നിനക്ക് നാണമില്ലേ? നീ ചെറുപ്പം മുതലേ വചനം പഠിച്ചവനല്ലേ? അത്ഭുത മന്ത്രിയെന്നും വീരനാം ദൈവമെന്നും നിത്യപിതാവെന്നും പറഞ്ഞ് പഠിച്ച ആളല്ലേ? വചനം അറിയാത്ത ആൾക്കാരല്ല ഇത്. യേശു ഒരിക്കലും ഒരു അവിശ്വാസിയോട് ഇത് ചെയ്തിട്ടില്ല. വചനം അറിയാവുന്നവരിങ്ങനെ ചെയ്താൽ യേശു ആശ്ചര്യപ്പെടുക. കണ്ടോ, പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും ഈ സ്ട്രഗിൾ ചെയ്യുമ്പോൾ യേശു ആശ്ചര്യപ്പെടും. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സഹായം ചോദിക്കുന്നില്ല? തളരുമ്പോൾ എന്നെ താങ്ങുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്നേ. ആമേൻ. അവർ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, യേശു ചുറ്റുമുള്ള ഊരിലേക്ക് ഉപദേശിച്ചു സഞ്ചരിച്ചു പോകുന്നു. കണ്ടോ, കർത്താവ് അങ്ങോട്ട് പോവുക. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തോണം, ദൈവപ്രവർത്തികൾക്ക് തടസ്സമായി നിൽക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 3:12 പറയുന്നു, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അവിശ്വാസമുള്ള. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുക വിശ്വാസവുമായിട്ട്. പക്ഷെ ലോകം എന്നെ എന്ത് ചെയ്യുക? അവിശ്വാസവുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. എന്തുകൊണ്ട് എനിക്ക് ബ്രദറെ, ഞാൻ വചനം കേട്ടിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങോട്ട് നിരാശ വരുന്നത്? അൺബിലീഫാണ്. ഈ ബ്രദർ പറഞ്ഞില്ലേ, അത് അൺബിലീഫാണ്. ഇനി ദൈവത്തിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യോസേഫിനെ പറ്റി പഴയ നിയമത്തിൽ ഒന്ന് പഠിക്കാം. യോസേഫിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യോസേഫിനെ ഫുള്ള് വാച്ച് ചെയ്താൽ മതി. യോസേഫ് ഒരു ദർശനം കണ്ട്, സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്നെ വണങ്ങും. കറ്റയുടെ ദർശനം കണ്ട് ബാക്കി കറ്റ എന്ത് ചെയ്യും? 2 കറ്റ നിൽക്കുന്നു, ബാക്കി എല്ലാ കറ്റ എന്ത് ചെയ്യുന്നു? എന്റെ കറ്റ, ബാക്കി കറ്റകളൊക്കെ എന്നെ നമസ്കരിക്കുന്നു. ബൈബിൾ പറയുന്നു, ഈ ദർശന നിമിത്തം അവന്റെ സഹോദരങ്ങൾ അവനെ ഏറെ ദോഷിച്ചു. പൊട്ടക്കണത്തിൽ കൊണ്ടിട്ട്, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട്, അവിടെ നിന്ന് പൊത്തി പറഞ്ഞ വീട്ടിൽ പോയി, അവിടെ നിന്ന് താടിപ്പോയി, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. അവിടെ എല്ലാം നോക്കിക്കേ, ഒരു തരി പോലും പരാതി പറയുന്ന ഒരു യോസേഫിനെയോ സിംഹത്തിന്റെ കൂട്ടിക്കിടക്കുമ്പോൾ സങ്കടം പറയുന്ന ഒരു ദാനിയേലിനെയോ കാണാൻ പറ്റുന്നില്ല. നമ്മൾ സിംഹത്തിന്റെ കൂട്ടിൽ പോയിട്ടില്ല, നമ്മൾ പൊട്ടക്കിണറ്റി വീണിട്ടില്ല, നമ്മൾ കാരാഗ്രഹത്തിൽ കിടന്നിട്ടില്ല.
പക്ഷെ ഇത്രയും പോയിട്ട് പോലും നമ്മൾ എന്തോ ഒരു അവിശ്വാസം പറയുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അങ്ങോട്ടൊന്നും ദൈവം കൊണ്ടിടത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞതല്ല. അവര് പോലും അവർക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവർക്ക് മനസ്സിലായി. കാരാഗ്രഹത്തിന്റെ ബൈബിളിൽ നിന്ന് നോക്കിയാൽ മതി. യോസേഫിന്റെ അവിടെ ചെല്ലുന്ന ഒരു കാരാഗ്രഹ പ്രമാണിക്ക് യോസേഫിനോട് ഒരു കാരുണ തോന്നുന്നു, ഒരു എക്സ്ട്രാ ഫേവർ വെളിപ്പെടും അവിടെ. കണ്ടോ? അവിടെ പരാതി പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ ശക്തിപ്പെട്ടതിന് ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ. അവിടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്തും ഒരു കാരാഗ്രഹ പ്രമാണിക്ക് ഒരു ഫേവർ തോന്നുക. അയ്യോ, 2 ബ്രെഡ് കൂടുതൽ കൊടുത്തേക്കാം, യോസേഫിന് മനസ്സിൽ വരിക. കണ്ടോ? ഒരു അൺമെറിറ്റബിൾ ഫേവർ വെളിപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളത്തിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞ വിശ്വാസി മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങളൊരു പ്രയർ റിക്വസ്റ്റ് അയക്കുമ്പോൾ ദൈവദാസന്മാർ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ബ്രദർ ഉടനെ ഫോൺ എടുത്തില്ല, അദ്ദേഹം എന്നാ മനുഷ്യനാ, ഓക്കെ, അടുത്ത നമുക്കൊരു കാര്യം വേറെ എന്തെങ്കിലും ദേവദാസിനെ വിളിക്കും, ഉടനെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉടനെ എന്നിട്ട് ഒരു തൃപ്തി വരുന്നില്ല. കണ്ടോ? ആ ബ്രദർ പ്രാർത്ഥിച്ച ഒരു ശക്തി കിട്ടിയില്ല. എന്നൊരു കാര്യം ചെയ്യും, അടുത്ത എന്ത് ചെയ്യാം, ദേവദാസിനെ വിളിക്കും. ഉടനെ TV നോക്കിയപ്പോഴേക്കും അടുത്ത ബ്രദർ പറയുന്നത് യേശു അത്ഭുതം ചെയ്യും. ഉടനെ പ്രയർ ലൈൻ നമ്പർ എടുത്തു ആ ബ്രദറെ വിളിക്കുന്നു. എന്നിട്ടും ഒരു ശക്തി കിട്ടുന്നില്ല. കുഴപ്പം എന്തുവാ? കുഴപ്പം എവിടെയാ? ഹൃദയത്തിലാ. നമ്മളെ കുറ്റപ്പെടുത്തുവാണ്? അല്ല, കണക്ഷൻ ക്ലിയർ ആക്കാം. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവിനെ മറക്കരുത്, മറന്നു പോകരുത്. ഇവരാരുമല്ല. വിശ്വാസത്തിന്റെ നായകൻ യേശുവാ. വിശ്വാസത്തിന്റെ നായകന യേശുവിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞു കേട്ട് നോക്കിയേ, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. കണ്ടോ? അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ പിന്നിലെ പവർ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ഈ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്തിന്റെ മീതെ നമ്മുടെ അകത്തേക്ക് എന്തേലും കയറുമ്പോൾ ഈ വിശ്വാസം തന്നയാള്, ഇപ്പോൾ ഞാൻ പറയാറില്ല, നിങ്ങൾ കാർ ഓടിക്കാൻ അറിയാത്ത ഒരാള് ഒരാളുടെ പുറകെ കയറി, കാറിന്റെ പുറകെ കയറി നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരല്ല. നല്ലൊരു ഉദാഹരണം. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ബസ്സിൽ കയറുമ്പോൾ ഫ്രണ്ടിൽ പോയിട്ട് ചോദിക്കാറുണ്ടോ, ഇപ്പൊ ഡ്രൈവറോട് ലൈസൻസ് ഒക്കെ ഉണ്ടോ, നേരെ ചൊവ്വേ വണ്ടി ഓടിക്കാനൊക്കെ അറിയാവോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്. അങ്ങനെ ചോദിച്ചിട്ട് ബസ്സിൽ അതെന്നാ ചോദിക്കാത്തത്? അതെന്നാ ചോദിക്കാത്തത്? വിശ്വാസമുണ്ട്. കണ്ടോ? ഡ്രൈവർ അപ്പൊ എന്റെ ചോദ്യം, എന്റെ മനസ്സ് പറയുന്നു ഈ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? എന്താ ഒരു സംശയം വരാത്തത്? കണ്ടോ? ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നോക്കണം. നമ്മൾ ധൃതി വെച്ച് ഓടിപ്പോയി സീറ്റ് പിടിച്ച് ബസ്സിലിരിക്കുമ്പോൾ ആ കണ്ടക്ടർ ബെല്ലടിക്കുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടിരുന്ന് അങ്ങ് ഒറ്റ ഉറക്കം. എന്നെ മനസ്സിൽ പേടി വരാത്തത്? എന്റെ ദൈവമേ, ഈ ഡ്രൈവർ ഓടിക്കാൻ അറിയാവുന്ന ലൈസൻസ് ഒക്കെ ഉണ്ടോ? എന്നെ ടെൻഷൻ വരാത്തത്? വിശ്വാസം. പക്ഷെ വിശ്വാസ ജീവിതത്തിലേക്ക് യേശു അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പം ഇത് പറ്റുന്നില്ല. ബസ് ഓടിക്കുന്ന ഡ്രൈവർ കോട്ടയത്ത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ തിരുവനന്തപുരത്തിന് പോവാ, കോട്ടയത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് ഉടനെ കണ്ടക്ടറോട് ചോദിക്കുക, സഹോദര ഈ പുള്ളിക്ക് ഓടിക്കാൻ വല്ല അറിയാവോ? ഇല്ല, ചോദിക്കാറില്ല നമ്മൾ. ഇനി നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ കർത്താവേ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം ഡ്രൈവർക്ക് ബലം കൊടുക്കണം. ഇല്ല, അപ്പൊ ഒരു പ്രാർത്ഥനയില്ല, നമ്മൾ അവിടെ നിന്ന് സുഖമായിട്ട് ഉറങ്ങും. കണ്ടോ? വിശ്വാസം. ഇതെന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ലഭിക്കുന്നില്ല? എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു, അവിശ്വാസമുള്ള. എനിക്ക് തോന്നുന്നു ഈ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ ഇതുവരെ തൊടാത്ത ചില വിഷയത്തിലേക്ക് പിന്നെ അടുത്ത ഭാഗം, ഇപ്പൊ എനിക്ക് വന്ന് 3-4 മേളിൽ പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചതാ മർക്കോസ് ഫുള്ള്. വീണ്ടും നമ്മൾ ഇതുവരെ കാണാത്ത ചില കാര്യങ്ങളെ കർത്താവ് വീണ്ടും കൊണ്ടുപോകുന്നത് കണ്ടോ? അപ്പൊ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ഇത് ആരോടാ പറഞ്ഞത്? വിശ്വാസിയോടെ പറഞ്ഞത്. സഹോദരങ്ങൾ എന്നുള്ള വാക്ക് കണ്ടോ? അവിശ്വാസികളെ നല്ല പറയുന്നത്, ജാതികളെ നല്ല പറയുന്നത്, സഹോദരരെ. കണ്ടോ? എഴുത്തുകാരൻ പൗലോസ്ലീഹ പറയുക, സഹോദരരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ. അതിന്റെ അർത്ഥം എന്തുവാ? വിശ്വസിക്കുന്നവരോട് പറയുക, ത്യജിക്കാതിരിക്കാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കരുത്. ബൈബിളിലൊരു വാക്യമുണ്ട്, അവനവന് അതത് വിശ്വാസത്തെ പകർത്തു കൊടുത്തുന്ന ആത്മാവ്. അപ്പൊ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു വിശ്വാസം കൊടുക്കുന്ന ആത്മാവുണ്ട്, അളവനുസരിച്ച്. അപ്പൊ ഇത് കൂട്ടാൻ പറ്റുമോ? പറ്റും. കുറയുന്ന സമയങ്ങളുണ്ട് വിശ്വാസം കുറയും. എന്റെ കൂടെ പറഞ്ഞ ചിലപ്പോ കുറയുമെന്ന് പറ.
വിശ്വാസം എപ്പോഴാ കുറയുന്നറിയോ? പറഞ്ഞു തരാം. തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറയുമ്പോൾ നോക്കിയാൽ മതി. ഈ വാക്ക് നോക്കി, അവിടെ വെച്ച് നോക്കി, ഇത് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരികൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ കണ്ടോ, എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും ശോധന ചെയ്തു. കണ്ടോ? അപ്പൊ ഇറങ്ങി, പഴയ നിയമത്തിലെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ പറ്റി പറയാം, ഇറങ്ങിയത് ആമേൻ ഹാലലിയ പ്രാർത്ഥന സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. പക്ഷെ ഇടയിൽ വെച്ച് വിശ്വാസത്തിനൊരു വാങ്ങൽ സംഭവിച്ചു. ഇറങ്ങിയത് ഭയങ്കര ബലത്തോടെയാ, കനാൻ ദേശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങിയവരാ. പാതി വഴിയിൽ ബൈബിൾ പറയുന്നു അവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് നീരസം ഉണ്ടായി, അവർക്ക് ദൈവത്തിന്റെ കോപമുണ്ടായി, അവിശ്വാസമുള്ള ഹൃദയം അവർക്കുണ്ടായി. കാരണം എന്നാണെന്നറിയാവോ? ഇവർക്ക് മനസ്സിലായില്ല. ഒരു പ്രശ്നം, നമുക്കൊരു ബലഹീനത വരുമ്പോൾ ദൈവത്തോട് ഇപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സ്ട്രെങ്ത്, പരിശുദ്ധാത്മാവിന്റെ സഹായം. നമ്മൾ വീണ് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ആരെങ്കിലും വീഴാൻ നിൽക്കുമ്പോൾ ഉടനെ ബലം പിടിച്ച് നിൽക്കില്ല. വീഴാൻ പോകുന്നവൻ ഹെൽപ്പ് എന്ന് പറയും അല്ലേ? അയ്യോ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കാറില്ല. എന്റെ കാര്യം എന്തുവാ? നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് സ്റ്റേബിളായി നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരെങ്കിലും എന്നെ സഹായിക്കണം. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതം. അതുകൊണ്ടാണ് സഹായകൻ, പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ. മറന്നു പോകരുത്. ഇന്നു മുതൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്നൊക്കെ ബ്രദർ ഇങ്ങനെ 24 മണിക്കൂറും വിളിച്ചു കൂകിയിട്ടും എൻ്റെ ബ്രദറെ എനിക്ക് എൻ്റെ അകത്ത് എനിക്ക് പിന്നെയും പറയാൻ തോന്നുക, ബ്രദറെ നടക്കുന്നില്ല, ശരിയാകുന്നില്ല, ഭാരം അങ്ങോട്ട് വരിക. അതിൻ്റെ കാരണം എന്നറിയാവോ? ഈവിൾ ഹാർട്ട് നമ്മളിൽ ഉണ്ടാവുക, അൺബിലീഫ് നിറയുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രദറിന് പ്രാർത്ഥിക്കുക, എനിക്ക് ഒരു കുഴപ്പമില്ല, എത്ര നേരം വേണേലും പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ അൺബിലീഫ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെ വീര്യപ്രവർത്തികൾക്ക് പകരം എന്ത് ചെയ്യുക? അവിശ്വാസത്താൽ ഉള്ള വഴിയാണ്. യേശു അവിടെ അത്ഭുതം ചെയ്തില്ല. നോക്കിക്കേ, പ്രവചനം കിട്ടിയതാണോ? ആലോചന കേട്ടവരാണോ? ദൂത് കേട്ട് അനുസരിച്ചവരാണോ? എഴുതി വെച്ചവരാണോ? വചനം പറയുന്നവരാണോ? എന്നിട്ടും ബ്രദർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അന്നാണ് മനസ്സിലായത്, വിശ്വാസത്തിന്റെ വേരിയേഷനുകൾ നമ്മളിൽ സംഭവിക്കും. വിശ്വാസത്തിന് വേരിയേഷൻ ഉണ്ട്, അറിയോ? വിശ്വാസത്തിന് കുറവുകൾ ഉണ്ടാവും, ഗ്രാഫുകൾക്ക് വ്യത്യാസം വരും. പൗലോസ്ലീഹ പോലും പറയുന്നുണ്ട്, ഇത്ര ഭയങ്കരമായ മരണത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് പോലും ഓർത്തില്ല ഞങ്ങൾ. കണ്ടോ? സിംഹാസനത്തോട് എടുക്കപ്പെട്ട ആള് പറയുക, ഭയപ്പെട്ടു പോയെന്ന് പറഞ്ഞത്. ഉള്ളിൽ ഭയപ്പെട്ടു പോയി. എങ്കിലും ഞങ്ങളിലല്ല, മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് തന്നെ. 2 കൊരിന്ത്യർ 1:10 അല്ലേ? ഇതൊക്കെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുവാണ്. നമ്മളൊരു വിഷമം വരുമ്പം, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇടുക്കം വരുമ്പോൾ ഉടനെ നിങ്ങൾ കരയാൻ വേണ്ടി പോകുന്നതിന് പകരം പരിശുദ്ധാത്മാവേ ഉറക്കെ വിളിക്കണം. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് നിറയണമേ, പരിശുദ്ധാത്മാവേ. ഇന്നലെ കേട്ട വചനം കേട്ടൊക്കെ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണത്. അത് കേൾക്കണം. യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് നല്ലതായിട്ട് ദൈവകൃപയാൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവും എങ്ങനെയാണ് അപ്പോസ്തലന്മാര് ദൈവസന്നിധിയിൽ ആ കൃപ പ്രാപിച്ചത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, നമ്മൾക്ക് ആരോടെങ്കിലും ഇന്ന് കയ്പുള്ളവര്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, കർത്താവേ അങ്ങയുടെ വചനത്തിന് വിരുദ്ധമായിട്ട് എൻ്റെ മനസ്സിലോ എൻ്റെ ചിന്തയിലോ ആരോടെങ്കിലും ദേഷ്യമോ കയ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നൊന്ന് ക്ഷമിച്ച് ആ വൈരാഗ്യമൊക്കെ ഒന്ന് കുടഞ്ഞുകള. പൗലോസ് ആ മെലീത്ത ദ്വീപിൽ വെച്ച് ആ തീ കാഞ്ഞ സമയത്ത് അണലി കയറി പിടിച്ചു, ഉടനെ അതിനെ കൊടഞ്ഞു കളഞ്ഞതുപോലെ ആ അണലികളെയൊക്കെ അങ്ങോട്ട് കൊട യേശുവിന്റെ നാമത്തിൽ. എനിക്ക് ഇച്ചിരി കയ്പുണ്ട് ബ്രദർ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ആ വ്യക്തി എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒന്ന് അനുഗ്രഹിച്ച് മനസ്സോടെ ഒന്ന് അനുഗ്രഹിച്ച് യേശുവേ, ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹമാകൊണ്ടെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് യേശുവേ, എനിക്ക് വിരോധമായി ഒത്തിരി എന്നെ ചെയ്തത്, പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യമോ, ഒന്ന് അനുഗ്രഹിച്ച്. പരിശുദ്ധാത്മാവേ അങ്ങേ ദുഃഖിപ്പിച്ച് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്നെല്ലാം വിട്ടുമാറട്ടെ ഒന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൽ അങ്ങയോട് വിരോധമായി സംസാരിച്ചതെല്ലാം എൻ്റെ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോട്ടെ. കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ ഉള്ളത്തെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ ഉള്ളത്തിലേക്ക് നിറയണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്,
പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എല്ലാ ഭാരങ്ങളിൽ നിന്നും, എൻ്റെ എല്ലാ ഭയത്തിൽ നിന്നും, ഞാൻ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, അവിടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ അകത്തുനിന്ന് ഒന്ന് പറഞ്ഞ്, കർത്താവ്, എൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ എല്ലാ കണികകളും എന്നിൽ നിന്ന് മാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. കണ്ടോ, വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുക. കാര്യം വിശ്വാസത്തെ അളവ് വെച്ച് തരുന്ന ഒരാളെന്നാണ് പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് ആ വിശ്വാസത്തെ നിറഞ്ഞിരിക്കുക. ഓ യേശുവേ, എൻ്റെ കർത്താവേ, ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറഞ്ഞ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പാ, അങ്ങയുടെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് വിശ്വസിച്ച്, കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, ഇന്ന് കർത്താവിന്റെ കൃപ വ്യാപരിക്കാൻ വേണ്ടി പോവാ. പ്രിയരെ, നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് കർത്താവ് ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ദൈവം നിങ്ങളുടെ പ്രതികൂലത്തിന്റെ മേൽ വലിയ പ്രവർത്തികളെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൃപയാണേ കർത്താവേ. കർത്താവ് അങ്ങ് തന്ന ദാനമായിട്ട് എല്ലാം തന്നതിന് നന്ദി പറഞ്ഞു. ഇന്നൊരു നിമിഷം, ചില നിമിഷം ഒന്ന് ഏറ്റു പറഞ്ഞ്, എൻ്റെ ഉള്ളത്തിൽ നിന്നും അവിശ്വാസം മാറിപ്പോകട്ടെ. കർത്താവേ, എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങിലുള്ള വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, അങ്ങിനുള്ള വിശ്വാസത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളത്തിൽ ക്രിസ്തുവേശുവിൽ ആഴമായി വിശ്വസിക്കുവാൻ അവിശ്വാസത്തിന്റെ അണികളിൽ നിന്ന് മാറിപ്പോട്ടെ, സംശയങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ തന്നെ പറഞ്ഞു, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. എന്നങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. ഓ, ഇന്ന് ആരോടെങ്കിലും കയ്പുള്ളവർ, ആരോടെങ്കിലും മുറിവേൽപ്പിച്ചവർ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊരു വേദന ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് ക്ഷമ ചോദിച്ച പരിശുദ്ധാത്മാവേ, എന്നോട് ക്ഷമിക്കണേ അപ്പ. ഞാൻ അങ്ങയെ ദുഃഖിപ്പിച്ച് ഏതെങ്കിലും സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് പൊങ്ങി വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അപ്പ. എനിക്ക് ബൈബിൾ പറഞ്ഞതുപോലെ, യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, അവിശ്വാസം നിമിത്തം അവിടെ വീര്യപ്രവൃത്തി ചെയ്തില്ല. ഏതെങ്കിലും രീതിയിൽ എൻ്റെ അത്ഭുതത്തിന് തടസ്സമായി എൻ്റെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന അവിശ്വാസമോ പിറുപിറുപ്പുകളോ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ഏതെങ്കിലും സ്വഭാവമോ, ദൈവത്തിന് വിരോധമായി പറഞ്ഞത് പ്രവർത്തിച്ച് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ഏറ്റുപറയുന്നു. അപ്പൊ ദൈവദാസന്മാർക്കെതിരെ, വ്യക്തികൾക്കെതിരെ, കർത്താവെ പരിശുദ്ധാത്മാവിനെതിരെ ഏതെങ്കിലും രീതിയിൽ കർത്താവെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആ യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി കർത്താവ് വീണ്ടും എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ അപ്പ. വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കപ്പെടുന്ന വചനം പറഞ്ഞതുപോലെ ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ, ഓ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില നിമിഷങ്ങളൊന്ന് സമർപ്പിച്ച് ഇന്ന് ആ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകട്ടെ. ആ ഭാരം ഇപ്പൊ വിട്ടൊഴിയും കേട്ടോ. ഇത്രയും ദിവസം നിങ്ങൾ ഭാരപ്പെട്ടില്ല. ആ പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്ത് നമുക്ക് ഈ ഭാരങ്ങളൊക്കെ വരുന്നതിന്റെ പിന്നിൽ ഈവിൾ ഹാർട്ടാണ്. ഇന്ന് പരിശുദ്ധാത്മാവോട് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മ എനിക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം എന്നെ ശക്തീകരിക്കണം. എനിക്ക് ഈ സമയത്ത് പിടിച്ചു നിൽക്കാൻ ഒരു കൃപ വേണമപ്പ, എനിക്ക് ശക്തി ആവശ്യമാണപ്പ. ഒന്ന് പറഞ്ഞ ദൈവത്തോട്. ഈ സമയങ്ങളിൽ കടന്നു പോകുമ്പോൾ നിരാശ, നമ്മൾ ആ സമയത്താണ് പലരും ഓടി നടക്കുന്നത്. അവിടെ പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥന, ഇവിടെ വിടുതൽ, അവിടെ വിടുതൽ, ഉള്ള കാശെല്ലാം പോയി, ഉള്ള സമയം എല്ലാം പോയി, അവസാനം കറങ്ങി നമ്മൾ പറയുക ആ ദേവദാസന്റെ കുഴപ്പം, ഇവിടെ കുഴപ്പം, അവിടെ കുഴപ്പം, ആ സഭയുടെ കുഴപ്പം, ഈ സഭയുടെ കുഴപ്പം. അതിന്റെ കാരണം നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഓടാനല്ല ദൈവം നമ്മൾ വിളിച്ചത്, ഉറച്ചു നിൽക്കാനാണ്. ദേവദാസന്മാരെ കുറ്റം പറയാൻ വേണ്ടിയല്ല, പകരം പരിശുദ്ധാത്മാവോട് സഹായം ചോദിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. യേശുവേ,
യേശുവേ നന്ദി കർത്താവ്. എന്നുള്ള തമ്പുരാൻ പറയുക, ഈ വത്സമ്മ എന്ന് ആ വിളിപ്പേരാ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു വിളിപ്പേരുള്ള ഒരു ഭവനത്തിൽ, ആ ഒരു മാതാവിന്റെ ഭവനത്തിൽ ജനുവരി മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുള്ള ഒരു കുടുംബമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ വത്സയുടെ ഭവനം, ആ വത്സമ്മ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു വിളിയായിട്ട് ഒരാൾ വിളിക്കുന്നത് പോലെ ഞാൻ കേൾക്കുക. അങ്ങനെ ഒരു വ്യക്തിയുടെ ഭവനത്തെ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതേ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ജനുവരി മാസവുമായിട്ട് ഒരു ബന്ധമുള്ള ഭവനമാണ് ആ കുടുംബം. യേശുവേ എന്ന ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ ബ്രദറെ, ആ പറഞ്ഞു. വത്സമ്മ എന്ന് പറയുന്ന എന്റെ അമ്മയാണ്. വത്സ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ജനുവരി മാസത്തിലാണ് മമ്മി ജനിച്ചത്. മമ്മി ഇപ്പം എവിടെയാ സിസ്റ്ററെ? നാട്ടില. ഈ ഞങ്ങളിപ്പം കത്തുള്ള മമ്മി വീട്ടിലാണ്, പപ്പായി കൊണ്ട് വീട്ടില്. ഞാനിങ്ങനെ വത്സമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോ തന്നെ ജനുവരി മാസം എന്നെ എടുത്തു കാണും. അമ്മ ജനിച്ചത് ജനുവരിയിലല്ലേ? അമ്മ ജനിച്ചത് ജനുവരി തന്നെയാണ്. ഓ യേശുവേ. ഞാൻ വത്സമ്മ ജോർജാണ്. ഞാൻ ജനിച്ചത് ജനുവരി 28-നാണ്. രണ്ടുപേരും ജനുവരിയാ. ഇന്ന് കേട്ടെ, രണ്ടു പേർക്കുള്ള ആലോചനയുണ്ട്, ശ്രദ്ധിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ വലിയ കൃപ ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം, രണ്ടുപേരും മൈക്ക് മ്യൂട്ട് മാറിയണം. ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ എന്റെ കർത്താവെ, ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോ ഒരു കൺഫർമേഷന്റെ തമ്പുരാത്തരി ബേബി എന്ന് പറഞ്ഞൊരു പേരും കൂടെ കർത്താവ് എന്നെ വെളിപ്പെടുത്തുക യേശുവിന്റെ നാമത്തിൽ. അതുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തി ആരാണോ, അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ്. ബ്രദർ വത്സമ്മ എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ അമ്മ ജനുവരിയിൽ ജനിച്ചതാണ്. എന്റെ സഹോദരി ബേബിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് വലിയൊരു കൺഫർമേഷൻ തരും കേട്ടോ. ആ കൺഫ്യൂഷൻ ഒക്കെ നീക്കുക. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. കർത്താവെ അങ്ങയുടെ വലിയ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പോ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ വലിയ പ്രവർത്തികൾ ഇന്ന് വെളിപ്പെടുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കോഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സഹോദരങ്ങളെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ചിലർ ഷെയർ ചെയ്യാൻ വേണ്ടി വീണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളതിനെയൊക്കെ അത് റിമൂവ് ചെയ്ത് വിടുക. ശ്രദ്ധിക്കുക നിങ്ങൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയിലേക്ക് വരുന്ന ഈ ദുഷ്ടപിശാചിന്റെ ചില പ്ലാനുകൾ ഷെയർ ചെയ്യുന്ന, അനാവശ്യ വീഡിയോ ഷെയർ ചെയ്യുന്നതിനെല്ലാം ആത്മാവൊന്ന് വെട്ടിക്ക്. ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ആത്മാവിൽ വെട്ടുന്നപ്പ അവരേത് രാജ്യത്തുനിന്നോ ഏത് സമയത്തുനിന്നോ എവിടെ നിന്നാണ് വരുന്നത്, അവർ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്ന സകല പൈശാചിക നുഖങ്ങളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ അവന്റെ ചിന്തകളെ ഞങ്ങൾ ഇപ്പോൾ കീഴ്പിടിക്കുന്ന കയറി, അവന്റെ ചിന്തകളെ ഞങ്ങൾ ബന്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടപിശാചിന്റെ ആ വേരിനെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരി ഇപ്പൊ അത് ഏറ്റെടുത്തോണം. ഇപ്പൊ പറഞ്ഞതുപോലെ വത്സ ജനുവരി ജനിച്ചത്, ബേബിയുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവുക. കാലപ്പഴക്കം ചെന്ന ഒരു വിഷയമാണ്. ഇന്ന് കർത്താവ് ഇന്ന് തൊടുവാണ്. അതിന്റെ ഒരു അടയാളമായിട്ട് ഞാൻ കാണുന്ന കുടുംബത്തിന്റെ അകത്ത് ആളുകളുടെ കണ്ണുകളുടെ മേൽ പിടിക്കുന്ന ഒരു അവസ്ഥ. അവിടെ ആളുകളുടെ കണ്ണുകളെ എന്നെ എടുത്തു കാണി. കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടരെ ഓരോ വ്യക്തികളിലേക്കും പകർന്ന് അവരുടെ വിഷനുകളെ ബ്രേക്ക് ചെയ്യുന്നത്. ഓ ജീസസ്, ഞാൻ ഇപ്പോൾ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പോ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ കൃപ വ്യാപരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞാൻ അന്യഭാഷ പ്രാർത്ഥന രാത്രിയിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഇന്ത്യൻ സമയം 3 മണിക്കാണ്. അതിന് മുമ്പ് ഞാൻ ഇത് സൂം പ്രയർ ഓൺ ആക്കുന്നുണ്ട്. അതിന് മുമ്പ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ പങ്കുചേരാം. ഞാൻ ആ ടൈമിൽ ഉണ്ട്, പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. പക്ഷെ അതിന് മുമ്പേ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. 3 മണി എന്നൊരു സമയം വെച്ചതെന്നുള്ളൂ. രാത്രിയിൽ എപ്പോൾ ഫ്രീ ആകുന്നോ ആ സമയം മുതൽ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുക, അതിൻ്റെ അകത്ത് കയറി. താങ്ക് യു. 3 മണി മുതലാണ് നമ്മൾ പ്രയർസ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നേരത്തെ മുതലേ കയറാമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ റാസെന്റേരി മൽഖാര സിനയാലിയ. ഓ ജീസസ് ക്രൈസ്റ്റ്. റിച്ചാർഡ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക.
റിച്ചാർഡിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു നിയോഗം കർത്താവ് തരുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ റിച്ചാർഡുമായിട്ട് ബന്ധപ്പെട്ടത് കർത്താവിന്റെ കൃപ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ വെളിപ്പെടും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചോണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ, ഓ യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കോസ്റ്റ് എന്നൊരു ശ്രദ്ധിച്ചോണേ. റിച്ചാർഡിന്റെ ഭവനം ഏതാണോ, റിച്ചാർഡുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ദൈവത്തിന്റെ വലിയൊരു വീര്യപ്രവൃത്തി റിച്ചാർഡിന്റെ ഭവനത്തിൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോട്ടോ. യേശുവേ നന്ദി കർത്താവേ. ദൈവത്തിന്റെ പറഞ്ഞു. മോന്റെ കൂട്ടുകാരനാണ് റിച്ചാർഡ്. ഓക്കെ, ഈ സഹോദരി അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ റിച്ചാർഡുമായിട്ട് ബന്ധപ്പെട്ട് സൂം മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ റിച്ചാർഡ് ഭവനത്തിലുള്ള, ഇല്ലെങ്കിൽ ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിച്ചാർഡുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കൈമാറ്റം കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ മകനോട് ചോദിക്കണം, ഏപ്രിൽ മാസവുമായിട്ട് എന്താണ് അവർക്ക് കണക്ഷൻ എന്ന് ചോദിക്കണം. ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു റിച്ചാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ആലോചന. അപ്പൊ ആ വ്യക്തിയോട് ചോദിക്കണം അവന്റെ ജനിച്ച ദിവസം എന്നാണെങ്കിൽ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഞാനിപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ യേശുവേ, ഞാനിപ്പം നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ലോക്ക് ചെയ്തിരിക്കുകയാണ്. സൂം പ്രയർ ഈ സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് ആയാൽ പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുമല്ല, നാളെ മുതൽ നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം സൂം പ്രയർ ലോക്ക് ചെയ്യും. ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് നേരത്തെ പ്രാർത്ഥനയ്ക്ക് വരിക. കഴിവതും ലെഫ്റ്റ് ആകാതിരിക്കുക. ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. അത് പിന്നെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് താമസമായിരിക്കും. അതുകൊണ്ട് മാക്സിമം ലെഫ്റ്റ് ആകാതിരിക്കുക. ഇപ്പം ലെഫ്റ്റ് ആയാൽ പിന്നെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ സൂം പ്രയർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില സമയത്ത് ഞാനിപ്പോ നേരത്തെ കയറിയതാണ്. ചില സമയത്ത് നെറ്റ് പോകുമ്പോ നമുക്കിത് കട്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലായി ബ്രദർ. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. കർത്താവ് അത് സഹായിക്കും കേട്ടോ. നിങ്ങൾ ലെഫ്റ്റ് ആകുന്ന പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ല നമുക്ക് ശ്രദ്ധ എങ്ങോട്ടോ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ അതിന്റെ പുറകെ പിന്നെ പോകേണ്ടത് റിമൂവ് ചെയ്യാനും നോക്കാനും ഒക്കെ പോകുന്നതിനേക്കാൾ നല്ലത് അത് ലോക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവി. ഇന്ന് ഭവനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എനിക്ക് വളരെ എന്താ പറയുന്നത്, ഈ ശുശ്രൂഷ വളരെ പ്രയോജനപ്പെടാൻ കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ പ്രശ്നങ്ങളെ തൊടുന്നതിൻ്റെ കാരണം നിങ്ങളെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കും. നമ്മുടെ ഉയർച്ചയ്ക്ക് പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ ദൈവാത്മാവിനെ കാണാൻ പറ്റും. ദൈവാത്മാവ് തൻ്റെ ശുശ്രൂഷകളിലൂടെ, ദൈവാത്മാവ് കർത്താവ് ഉപയോഗിക്കുന്നവരിലൂടെ നമ്മുടെ വിഷയങ്ങളെ തൊടും. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോളം പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന് യേശുവേ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ പറയും, ഒരു സുരേഷിന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ഞാൻ ഈ സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് ആ അന്തരീക്ഷത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ ഭവനത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വാക്ക് എൻ്റെ ഉള്ളത്തിലേക്ക് വരികയാണ്. അതിൻ്റെ അന്തരീക്ഷം ഇന്ന് ചേഞ്ച് ആകുക. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു കാഴ്ച കാണുന്നത് ഒരു ബെഡ്റൂമിൽ, ഒരു മുറിയിൽ ഇങ്ങനെ ഒരു അയ കെട്ടിയിട്ട്, ഇങ്ങനെ അയ നമ്മൾ സാധാരണ വെക്കുന്ന ഒരു അയ കെട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു വെള്ളമുണ്ട് ഇങ്ങനെ അത് തൂക്കിക്കിടക്കും, അത് ഹാങ് ചെയ്തിട്ടിരിക്കുക ആ മുറിയിൽ തന്നെ. ഞാനത് ആ മുറി ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഈ
ഈ കോണ് പോലെ, അതായത് നേരെയല്ല വലിച്ചു കെട്ടിയിരിക്കുന്നത്, കോണ് പോലെയാണ് അത് കെട്ടിവെച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ടല്ല, സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു കാഴ്ച കാണുമ്പോൾ പറയാൻ കാരണം, ഇതൊരു അടയാളമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ആ മുറിക്കകത്ത് തന്നെ ഒരു കണ്ണാടി ഇരിക്കുന്നു. അതിൻ്റെ ഒരു വശം പൊട്ടിയിരിക്കുന്നത്, അതിൻ്റെ മോള് വശം ഇങ്ങനെ ക്രാക്കായി നിൽക്കുന്ന ഒരു കണ്ണാടിയും കൂടെ ഞാൻ ആ മുറി കാണുവാണ്. ആ കുടുംബം, ഈ അടയാളമുള്ള കുടുംബം എവിടെ ഇരുന്നാണോ ഇത് കേൾക്കുന്നത്, സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഇതൊരു അടയാളമാണ്. ഈ കണ്ടതൊക്കെ ആ വിഷയങ്ങളൊന്നുമല്ല, ഇതൊരു അടയാളമാണ്. ആ മനോജിൻ്റെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു ഇപ്പോൾ തന്നെ. ആ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം ഏതാണോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് സ്വീകരിച്ചോണം. കർത്താവിൻ്റെ അത്ഭുതം ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവ് ആ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ ചേഞ്ച് ആക്കാൻ വേണ്ടി പോകുന്നു. മേൽത്തരമായത് നമ്മളിപ്പോൾ കടന്നു പോകുന്നതല്ല, മേൽത്തരമായ ഒന്നിലേക്ക് കർത്താവ് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കുടുംബത്തിൻ്റെ മേലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അവിടെ അതിരുകളെ സ്വർഗം വിസ്താരമാക്കുന്നല്ലോ. ആ ഭവനത്തിൻ്റെ മേൽ ഇന്ന് സുരേഷുമായിട്ട് ബന്ധപ്പെട്ട ആൾ മാത്രം മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. ബാക്കി അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ വലിയൊരു സാക്ഷ്യമായി കർത്താവ് ആ ഭവനത്തെ മാറ്റുന്നു, അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവർത്തികൾ പിന്നെയും സംഭവിക്കുന്നല്ലോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവെ, ഞാനിപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുത കരം ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ കൈതയിൽ എന്ന് പറഞ്ഞൊരു വീട്ടുപേര് എൻ്റെ ഉള്ളത്തിൽ വരിക, പ്രാർത്ഥിപ്പാൻ. ആ കുടുംബത്തിൻ്റെ അകത്തെ ശാപങ്ങൾ വിട്ടുമാറുക. കൈതയിൽ എന്ന് പറയുന്ന ഒരു ഫാമിലി നെയിം കാണുക. ഇന്ന് ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കൈതയിൽ എന്നുള്ളത്, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആ കുടുംബത്തിൻ്റെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാം. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ. വലിയൊരു വിടുതൽ ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാനാണ് കൈതയിലാണ്. സിസ്റ്ററുടെ വീട്ടുപേരാണോ കൈതല്ലേ? അതെ, കൈതയിൽ നിന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഇന്ന് സിസ്റ്ററെ, ആ കുടുംബത്തിന്റെ മേൽ നിന്ന് ശാപങ്ങളിൽ നിന്ന് തമ്പുരാൻ വിടുവിക്കാൻ വേണ്ടി പോവാ. ആ കുടുംബത്തിന്റെ അകത്തുനിന്നും കർത്താവിന്റെ വലിയ പ്രവൃത്തി. പറഞ്ഞു. ഹസ്ബൻഡ് ഒരു വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടക്കുവാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നേ. വീട്ടുപേര് വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇത് വലിയൊരു കൺഫർമേഷൻ സിസ്റ്ററെ. ഇന്ന് ആ ശാപം വിട്ടു മാറുക. ഹസ്ബൻഡിനോട് പറയണം, കൈവച്ചു പറഞ്ഞോണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കും. കർത്താവിന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം തരും. യേശുവിന്റെ നാമത്തിൽ കൈവച്ച് പറഞ്ഞോണം, കർത്താവിന്റെ സ്ട്രോക്ക് യേശു ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ മുറിവിനാൽ ആ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞോണം കേട്ടോ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. എന്റെ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വ്യക്തിയെ കാണിക്കുന്നു. അതായത് ഈ വ്യക്തിയുടെ ഈ ID കാർഡ് നഷ്ടപ്പെട്ടു പോയതാ. ഇത് നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പം 6 മാസം കഴിഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ വ്യക്തിക്ക് ID കാർഡ് മാത്രമല്ല, പലപ്പോഴും ജീവിതത്തിന്റെ അകത്ത് പല കാര്യങ്ങൾ പലപ്പോഴായി മിസ്സായി പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു ID പ്രൂഫ് നഷ്ടപ്പെട്ടു പോയി, 6 മാസം കഴിഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങൾ ജീവിതത്തിന്റെ അകത്തുനിന്നും മിസ്സായി പോകും.
കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളതിനൊരു കോമൺ ആയിട്ട് അത് മറന്നു പോകുന്നതാണ്, മിസ്റ്റേക്ക് ആണെന്ന് പറയും. പക്ഷേ ഇത് മാത്രമല്ല, പല കാര്യങ്ങൾ വിട്ടുപോകും. ചില പ്രത്യേക കാര്യങ്ങൾ, ചില കാര്യങ്ങൾ തീരുമാനിച്ചത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. അങ്ങനെ ചില സംഭവങ്ങൾ ഈ മറവി പോലെ വന്ന് പിടിക്കപ്പെട്ടൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി സ്വന്തം ഹൃദയത്തിൽ കൈയെടുത്ത് വെച്ചിട്ട് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. എന്നാ മറവി കൊണ്ടുവരുന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതയല്ല, അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തി പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ വീട്ട് മാറ്റിയത്. ആ ബ്രദറെ, എന്റെ SLCയുടെ ബുക്ക് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ബ്രദറെ. അത് ഞാൻ ഇങ്ങനെ വിഷമിച്ച് പരിശുദ്ധാത്മാവിനോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും ബ്രദറെ. ഈ പറഞ്ഞ പോലെയാണോ സിസ്റ്ററുടെ അവസ്ഥ? കേട്ടതുപോലെയാണോ സമയമെല്ലാം? ഓ, യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. ഇന്ന് മറവിയുടെ ചിന്തകളെ ഇട്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്ന സകല നുഖങ്ങളും ഇപ്പോൾ ഒടിയുക യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഓ ജീസസ്, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. 1967 എന്നൊരു വർഷം എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ കാണിക്കുക. ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എന്നെ കാണിക്കുന്നത്. ഇതൊരു പാസ് ചെയ്ത് വന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാനിതിനെ വേരോടെ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പ. ആ വ്യക്തിയിൽ നിന്നും പകരപ്പെട്ട് കുടുംബങ്ങളിലേക്ക് കയറിക്കൂടിയത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഈ വ്യക്തി ആരാന്നുള്ളത്? ആ വർഷം ജനിച്ച വ്യക്തി ഓർത്തെടുക്കാൻ പറ്റുന്നതാണോ? ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ കുടുംബത്തിൽ നിന്ന് കൈമാറി വന്നതിനെ ആത്മാവൻ ഞങ്ങളതിനെ വെട്ടിമാറ്റുന്നപ്പ. വിടുതൽ സംഭവിക്കുന്നല്ലോ, വിടുതൽ സംഭവിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, ഞാൻ ബ്രദറെ ഇപ്പം ആ ആലോചനയുമായിട്ട് സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീസസ് ക്രൈസ്റ്റ്, യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, രാജേഷിന്റെ ഭവനത്തിൽ ഈ ഓഗസ്റ്റ് മാസമായിട്ട് ബന്ധപ്പെട്ട് ജനനം സംഭവിച്ച ഒരു ഭവനം. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു കാര്യം കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക. ഈ വീടിൻ്റെ അവിടെ, ഈ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു തിട്ട പോലെ വരുന്ന, ബാക്ക് വശത്തേക്കൊരു ഒരു 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 ചാഞ്ഞ് വന്നിട്ട്, അതായത് ഒരു മതിലിൻ്റെ ബാക്ക് വശം ഒരു ചാഞ്ഞിറങ്ങിയിട്ട് ഒരു പറമ്പ് കാണാൻ പറ്റും. അതായത് നമ്മൾ സ്ട്രെയിറ്റ് അല്ല, നേരെ കിടക്കുമല്ല, ഒരു കുഴി പോലെ താഴേക്ക് വന്നിട്ട് ഒരു പറമ്പ് പോലെ കിടക്കുക. അപ്പം അവിടെ ഭവനങ്ങൾ അങ്ങോട്ട് മാറിയുണ്ട്. അങ്ങനത്തെ ഒരു ബാക്ക് വശവും ഞാൻ കാണുക വീടിൻ്റെ അവിടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഈ കുടുംബം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നെടുവീർപ്പെടുന്ന ഒരു കാഴ്ചയും ഞാൻ കാണുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ഇപ്പോൾ തന്നെ ആ ഭവനം, കർത്താവെ, ആ വ്യക്തി വിടിവിക്കപ്പെടട്ടെ. ആ കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഓ യേശുവേ, കൃപ പെരുകുന്നല്ലോ. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക. ദൈവാത്മാവിൻ പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ മ്യൂട്ട് മാറ്റിയത്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. അല്ലായെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ വീടിന്റെ പുറകുവശത്ത് ബാഗ് വെച്ചിട്ടുണ്ട് ബ്രദർ. സിസ്റ്റർ, ഈ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ പറയുന്നത്? ആ കുടുംബത്തോടാണ് ഞാൻ ദൈവാത്മാവ് ഈ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഒരു ജനനം സംഭവിച്ച ഭവനമാണ്. ഈ ഭവനത്തിൻ്റെ അകത്താണ് കർത്താവിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുമെന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവ ആ ഭവനത്തിന്റെ മേൽ പറഞ്ഞു. ചേട്ടന്റെ മോന്റെ പേര് രാജേഷ് എന്നാണ്. അവന്റെ വീടിന്റെ പുറകെ ഇതുപോലെ തന്നെയാണ്, ഇറക്കം താഴോട്ട് അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞ പോലെ തന്നെയാണ്. ആ വീട് ഇതുവരെയായിട്ട് പൂർത്തിയായിട്ടില്ല. അപ്പൊ ഭയങ്കര ഭാരത്തോടെയാണ് ഇവരിയ്ക്കുന്നത്. ബ്രദർ പറഞ്ഞ എല്ലാ അടയാളങ്ങളും ശരിയാണ്. കർത്താവിന് തൊടാൻ വേണ്ടി പോകട്ടോ.
ആ ഓഗസ്റ്റ് ഞാൻ മാസത്തിൽ ആരാണ് കുടുംബത്തിൽ ജനിച്ചതെന്ന് ചോദിക്കണേ. താങ്ക് യു അത് ഹോളി. ഞാൻ ചോദിച്ചോളാം. അവരിപ്പം നമ്മുടെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ ചോദിച്ചോളാം, നാളെ ചോദിച്ചോളാം, എന്നിട്ട് പറഞ്ഞോളാം. ഓക്കെ അത് ഞാൻ ഏറ്റെടുക്കുന്നു. യേശുവിന്റെ പറഞ്ഞു ആ, സ്തോത്രം. 1968 ബ്രദർ പറഞ്ഞില്ലേ? സിസ്റ്റർ, അത് ആലോചനയുമായിട്ട് ആ സഹോദരിയോട് ബന്ധപ്പെട്ട് സംസാരിച്ചു വന്നാണേ. ആമേൻ. യേശുവേ, സ്തോത്രം, ഗോഡ് ബ്ലസ് യു, സ്തോത്രം. ഗോഡ് ആമേൻ. ബ്ലസ് യു. സ്തോത്രം, നന്ദി സ്തോത്രം. യേശു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഒന്ന് കൈയെടുത്ത് വെച്ച്, രോഗത്താൽ ഭാരപ്പെടുന്നവരെ കൈയെടുത്ത് വെച്ച് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വേദന എൻ്റെ വേദനയാണ്. യേശു എനിക്ക് വേണ്ടി വേദനിക്കപ്പെട്ടതുകൊണ്ട് കൈയെടുത്ത് വെച്ച് ശരീരത്തിൻ്റെ അകത്ത് വേദന ഉള്ളവരെ, കാഴ്ച വേണമെന്നും കേൾവി വേണമെന്നും എനിക്ക് സംസാരിക്കണമെന്നും എനിക്ക് എണീറ്റ് നടക്കണമെന്നും യേശുവിൻ്റെ നാമത്തിലേക്ക് തുള്ളിയും ചാടിയും ആ മുടന്തൻ ദൈവത്തെ ആരാധിച്ചതുപോലെ എനിക്ക് ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ആ വേദന കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ ഇന്ന് ചാടാൻ വേണ്ടി പോവാ. ഇതാണ് അത്ഭുതത്തിൻ്റെ സമയം. ഇതാണ് അത്ഭുതത്തിന്റെ സമയം. യേശുവേ എന്ന് വിളിക്കുന്ന സമയമാണ് അത്ഭുതത്തിന്റെ സമയം. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികളുടെ സമയം. കൈയെടുത്ത് വെക്കാവോ? സ്വന്തം ശരീരത്തിന് മേൽ കൈയെടുത്ത് വെക്കാവോ? ഇന്ന് പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, അങ്ങയുടെ വീര്യപ്രവർത്തികൾ എന്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഓ ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവേ, അങ്ങ് വേദനിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഇന്ന് ആ വേദനകൾ വേരോടെ പഴുതു മാറുക. മാരക രോഗം, ആ രോഗം നിങ്ങളെ പിടിക്കാതെ വണ്ണം, രോഗശക്തികൾ നിങ്ങളെ തൊടാതെ വണ്ണം യേശുവേ, ഇന്ന് കാലുകളുടെ മേൽ, ഉപ്പൂറ്റികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കുക. മരണത്തെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നപ്പോൾ, സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ, സ്പിരിറ്റ് ഓഫ് ഫിയറിനെ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ആത്മാവിനെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൈവച്ച് ഇപ്പൊ ഞാൻ ചോദിക്കും, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് അനോയിന്റിങ്, യേശുവിന്റെ മുറിവിനാൽ ആ കൈയുടെ മേൽ കൈവെക്കുമ്പോ തന്നെ ആ കരത്തിലൂടെ ദൈവശക്തി പാസ് ചെയ്യുകയാ, ആ രോഗശക്തി ഇറങ്ങുകയാ, ആ പൈശാചിക ശക്തികൾ ഇറങ്ങുകയാ, ആ രോഗത്തിന്റെ ദുരാത്മാക്കൾ ഇറങ്ങിയ കുടുംബത്തെ നശിപ്പിക്കുവാൻ, മുട്ടിപ്പിക്കുവാൻ കയറിക്കൂടിയ സകല ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ, ഇപ്പോൾ തന്നെ അതിനെ ഇറക്കി വിടുന്നപ്പ, കുടുംബത്തിന്റെ മേൽ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന രോഗമാക്കി, പീഡയാക്കി, പ്രതികൂലമാക്കി ശക്തിയായി വെളിപ്പെടുന്നതിനെ ആത്മാവിൽ ഇപ്പോൾ വെട്ടിമാറ്റുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ healing in the name of Jesus Christ, healing in the name of Jesus Christ, healing in the name of Jesus Christ, the mighty presence, Jesus Christ, യേശു തൊടുകിയ വേദനകൾ വേരോടെ പറഞ്ഞു മാറുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. താങ്ക് യു ജീസസ് ഫോർ മൈറ്റി ഹീലിംഗ്. യേശു തൊട്ടിരിക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് ആ ശരീരത്തിന്റെ അകത്ത് വേദനയാൽ ഭാരപ്പെട്ടൊന്ന് ചെക്ക് ചെയ്ത്, ആ ചാടിയോ ഓടിയോ എണീറ്റോ ഒന്ന് നടന്നോ തിരിഞ്ഞോ എന്നൊക്കെ നോക്കുകയും യേശുവിന്റെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു. യേശുവിന്റെ പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ സംഭവിച്ചു. ഒന്ന് ചെക്ക് ചെയ്തിട്ട് സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർച്ച് മാസത്തിന്റെ പകുതി, ഏപ്രിൽ മാസത്തിന്റെ ആദ്യവാരം നമ്മുടെ പ്രാർത്ഥനകൾ കേരളത്തിൽ നടക്കുന്നു. നമുക്ക് ഒരുമിച്ച്, ഞാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ പ്രാർത്ഥനകൾ ചെയ്യുന്നതിനിടയിൽ ദൈവാത്മാവ് ഇനിയും പ്രേരണ നൽകുന്നതനുസരിച്ച് പ്രാർത്ഥന, ഇപ്പോൾ കണ്ണൂരും തിരുവനന്തപുരമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ നേരിട്ട് വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുക. വരാൻ പോകുന്ന പ്രാർത്ഥനകൾ കർത്താവിന്റെ നാമത്തിൽ ദേശത്തെ പിടിക്കുവാനാണ് നമ്മൾ അതിന് കർത്താവ് നമുക്ക് നന്മ തന്നിട്ടുണ്ട്. ആ നന്മയ്ക്കകത്തുനിന്നും എടുത്ത് വിതയ്ക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഈ സമയം. വിതയുടെ സമയമാണ്. കർത്താവിന്റെ വേലയിൽ നമുക്കൊന്ന് വിതയ്ക്കാം. ഈ സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. വിതയ്ക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ കാണാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, അവരുടെ നന്മയെ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ.
വായ്പ മേടിക്കത്തില്ല. കർത്താവ് ഈ ദിവസങ്ങളിൽ അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ എവിടെയാണ് ഒരു സ്റ്റക്കായി നിൽക്കുന്നത്, ആ വിതച്ചത് നിമിത്തം വർദ്ധിക്കട്ടെ. ദൈവരായത്തില വിതച്ചിരിക്കുന്നത്, ഒരു പിശാചിനും കവരുവാൻ കഴിയത്തില്ല. കൊടുക്കട്ടെ നന്മ കർത്താവ്, വാരി വിതറി കൊടുക്കട്ടെ. കർത്താവിന്റെ സമ്പത്ത് കൊണ്ട് നിറയട്ടെ. ഞങ്ങൾ കർത്താവിന്റെ നന്മയെ ഇന്ന് സ്വീകരിക്കുന്നു. ഉയർച്ച ഉണ്ടാകട്ടെ. കർത്താവ് കൊടുത്ത സമൃദ്ധിക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിതയ്ക്കുക, കർത്താവിന്റെ നാമത്തിൽ കൊയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ പോകാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് ചെക്ക് ചെയ്തിട്ട് ഇടപെട്ടവരും ഒരേ ആലോചന ഒരേപോലെ വരുന്നവര് എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്, ബ്രദർ അത് എന്റെയും കൂടെയാണ് എടുത്തു പറയണ്ട. നിങ്ങളത് ഈ ആമേൻ ഒരാൾ പറയുമ്പം നിങ്ങളുടെ സിമിലർ വിഷയമാണെങ്കിൽ ഏറ്റെടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിലും അത് കർത്താവ് നിവൃത്തിയിലേക്ക് കൊണ്ടുവരും. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരും ഇടപെട്ടവരും പറയാൻ പറ്റാതിരുന്നവരും ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. മ്യൂട്ട് മാറ്റി വേഗത്തിൽ പറഞ്ഞാട്ടെ. ചുരുക്കം പേർ റിക്വസ്റ്റ് അല്ല, സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. എനിക്ക് സാക്ഷ്യമുണ്ട്. ഞാൻ ഒരു 4-5 മാസം മുമ്പോട്ട് ഞാന് ഈ കപ്പ ഒന്ന് പിടിച്ചു വീഴുതാ. അപ്പൊ എന്റെ കൈ ഇടതേക്ക് ഏറിട്ട് ഇങ്ങനെ വല്ല മസിലാണോ നെർവാണോ എന്താണെന്നറിയില്ല, കയറി സ്ലിപ്പായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് കൈ പൊക്കാനേ പറ്റത്തില്ലായിരുന്നു. ഒരുപാട് വേദനയായിരുന്നു. കൈ ആ ഇടത് കൈ എനിക്ക് പൊക്കാനേ പറ്റില്ല. പൊക്കിങ്ങനെ പിടിച്ച് മേപ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താഴ്ത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രദർ പറയുമ്പോഴൊക്കെ ഞാൻ കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച ബ്രദർ എന്നാ പറ്റിയത്, എന്നാ സംഭവിച്ചിപ്പം? ഇപ്പൊ എനിക്ക് ആ കൈ മേപ്പോട്ട് പോയിട്ട് ഈസി ആയിട്ട് ഓ അത്ഭുതം. അതായത് 6-7 മാസമായിട്ട് 5-6 മാസമായിട്ട് ബ്രദർ കപ്പ പറിച്ച സമയത്ത് ഒരു ഇടർച്ച സംഭവിച്ചതാണ്. കൈ പൊക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ 6 മാസമായിട്ട് വേദനയായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ബ്രദറെ പറഞ്ഞത്? ഞാൻ കേട്ടത് അങ്ങനെയാ. അതെ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ബ്രദറിന് കൈക്ക് മേൽ ദൈവത്തിന്റെ സൗഖ്യം ലഭിച്ചു. ഇപ്പൊ കൈ പൊക്കിയപ്പോ ആമേൻ. കണ്ടോ, യേശു കേട്ടു, കർത്താവ് അത് കേട്ടു. ഇപ്പൊ ബ്രദറിന് ഈസി ആയിട്ട് പൊക്കാത്. ഓ കർത്താവ്, ദൈവരായത്തിന് വേണ്ടിയ കൈ ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. പിശാചിന്റെ ആഗ്രഹം ഇടറി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ യേശുവിന്റെ ആഗ്രഹം ആ കൈ ദൈവത്തിന് വേണം. അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവ് കൊടുത്തു. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഓ യേശു സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കണം. ഈ സാക്ഷ്യം അവനോട് പറയണം, യേശു എന്നെ തൊട്ടെന്ന് പറയണം, നിങ്ങളെയും തൊടുമെന്ന് പറയണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു മിസ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. 31 തീയതികളിൽ. അപ്പം അവനൊരു ക്ലയന്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പാസ്സായി. ഇനി അതിന്റെ അരാംകോ ഇന്റർവ്യൂ ഉണ്ട്. അത് ദിവസം അത് ഷെഡ്യൂൾ ആയില്ല. അപ്പൊ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. കാരണം ജോലി ആയില്ലെങ്കിലും കർത്താവ് നല്ലത് തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ ദൈവസന്നിധി ഞാൻ തീരുമാനിച്ചായിരുന്നു. ക്ലയന്റ് ഇന്റർവ്യൂ പാസ്സാകുകയാണെങ്കിൽ അതിന്റെ സാക്ഷ്യം ഞാൻ ദൈവത്തോട് അറിയിക്കുകയാണ്. പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി. ഇനിയും അരാംകോ ഇന്റർവ്യൂവിനും കൂടി ബ്രദർ പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്ത ഇന്ന് പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിപ്പാൻ ശക്തനാണ്. അത്ഭുതകരമായി തന്നെ കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ഡെലിവറി സ്ട്രൈറ്റിന്റെ അന്ന് പീറ്റർ എന്ന പേരുള്ള ഒരു ഭവനത്തില് 60 വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ എപ്പോഴും അങ്ങനെ ഒരു ബ്രദർ പറഞ്ഞായിരുന്നു. അത് എന്റെ ഹസ്ബൻഡിന്റെ ഭവനമാണ്. അത് എന്റെ ഉണ്ടായിരുന്നേ. അപ്പം അങ്ങനെ ഒരു മാവ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ഒരു മാവ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. ഇത് വലിയൊരു കൺഫർമേഷൻ ആണ് പ്രിയ സഹോദരി പറഞ്ഞത്. പറഞ്ഞതുപോലെ തന്നെ പീറ്റർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭവനത്തിൽ 50 വയസ്സ് തോന്നിക്കുന്ന 50 വയസ്സുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നതിന് അടയാളമായിട്ടൊരു മാവ് സിസ്റ്റർക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഉള്ളത്. സിസ്റ്റർ വിളിച്ചു ചോദിച്ചല്ലേ അങ്ങനെ ഉണ്ടോന്ന്? കണ്ടോ സിസ്റ്റർ? അത്
ജസ്റ്റ് അത് കൺഫേം ചെയ്ത് വിളിച്ചു. അപ്പോൾ നാളെ കർത്താവ്, നമ്മൾ ചിലപ്പം മറന്നുപോയാലും കർത്താവ് ഇതെല്ലാം കാണും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി ഏറ്റെടുത്തോണം. വലിയൊരു അത്ഭുതം കുടുംബത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ ചെക്ക് ചെയ്ത്? പറഞ്ഞു. ആ, ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ രാത്രി ഉറങ്ങാതെ ഒത്തിരി ഭാരപ്പെട്ട സമയത്ത് ബ്രദറെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ഞാൻ സുഖമായിട്ട് ഇപ്പൊ ഉറങ്ങുന്നുണ്ട്. ഉറക്കത്തിന്റെ സകല കെടുതികളും മാറിപ്പോയി. ഉറങ്ങാൻ വേണ്ടി ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടക്കുമായിരുന്നു. ഇപ്പൊ എത്ര ഭക്ഷണം കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ദൈവം അത്ഭുതകരമായിട്ട് എന്റെ ഉറക്കത്തിന്റെ എല്ലാ ഹൃദയത്തിന്റെ പൾസ് കൂടിയിട്ടാണ് ഉറങ്ങാത്തത്. ബ്രദറിന് ഓർമ്മയുണ്ടാവും, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അത് പൂർണ്ണമായിട്ട് കർത്താവ് ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇത് സാധാരണ ഒരു വിഷയമല്ല ബ്രദറിന്റെ. നമ്മൾ പലതവണ ബ്രദർ സ്ട്രഗിൾ ചെയ്തതാണ്. പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ പൾസുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടായിരുന്നു. ഉറങ്ങാൻ പറ്റാത്തൊരു ഭയങ്കര ഭാരത്തോടെയാണ് സഹോദരൻ നാളുകളായിട്ട് ഭാരപ്പെട്ട വിഷയമായിരുന്നു അല്ലേ? പക്ഷെ യേശു സൗഖ്യമാക്കി. ഇപ്പം പറയുവാണ് സുഖമായി ഉറങ്ങും. അത് വലിയ കൃപയാണ് കേട്ടോ. സുഖമായി ഉറങ്ങുന്നത് വലിയ കൃപയാണ്. യേശു സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദർ. ഈ സാക്ഷ്യം അവനോട്ട് പറയണം, അനേകരെ ബലപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സഹോദരൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ബ്രദറെ ജനുവരി 3-ാം തീയതി എന്നോട് ബ്രദർ ആലോചന പറഞ്ഞായിരുന്നു. ദൈവത്തിന്റെ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു, സ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബ്രദർ പറഞ്ഞായിരുന്നു. അപ്പൊ അത് എനിക്ക് 2-3 ആഴ്ചയായിട്ട് എനിക്ക് ഇങ്ങനെ ഉറക്കാൻ കഴിയുന്നില്ല, സ്വപ്നങ്ങൾ കാണുക, ഭയങ്കര ദേഷ്യം, എനിക്കൊന്നും ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെയൊക്കെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഉറക്കമൊന്നും എനിക്ക് വരുന്നില്ലായിരുന്നു. പക്ഷെ അന്ന് പ്രാർത്ഥിച്ച് അന്ന് തുടങ്ങി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഉറക്ക, രാവിലെ ആയാലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഉറക്ക. പിന്നെ എന്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ഇപ്പൊ ഞാൻ എല്ലാത്തിനും റിലീസായി. ഇതാ മാനസികമായ സിസ്റ്റർ അലട്ടിയ ഒരു വിഷയമായിരുന്നു. സ്വസ്ഥത കൊടുക്കാതെ, ഉറങ്ങാൻ പറ്റാതെ, അതേപോലെ തന്നെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നാൽ പരിശുദ്ധാത്മാവെന്ന് പ്രവചന ആലോചനയിലൂടെ പ്രിയ മകളെ ദൈവം വെളിപ്പെടുത്തി. ഇന്ന് അതിന്റെ മേലൊരു വിടുതൽ കൊടുത്തു. ഇപ്പൊ സുഖമായി ഉറങ്ങുന്ന, ഭാരങ്ങളെ കവിയുന്ന കൃപ വെളിപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഞാനിന്ന് രോഗശാന്തി പ്രാർത്ഥനയില് എന്റെ കണ്ണ് തിമിരം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് 2 ആഴ്ചക്കകം വെച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പൊ ഞാനത് പോകുന്നില്ല. ഈശോയുടെ അടിപ്പിണരെ സൗഖ്യം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ തലയിൽ കൈവച്ച് ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എന്റെ കാലിന് ഇന്ന് രാവിലെ തൊട്ട് മുട്ടിന് താഴോട്ട് നല്ല വേദനയായിരുന്നു. കിടക്കുമ്പോഴൊക്കെ കിടക്കാൻ പറ്റാത്ത കണക്ക് വേദനയായിരുന്നു. പക്ഷെ മറ്റു രോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇപ്പൊ നോക്കിയപ്പം കാലിന് വേദനയില്ല, ഒട്ടും വേദനയില്ല. സുഖമായിരിക്കുന്ന എനിക്ക് ദൈവം സൗഖ്യം തന്നിരിക്കുന്നു. ഇപ്പം എന്റെ ഇടത്തെ കാലിന്റെ പാദത്തിന്റെ അടിയിൽ ഒരു ചൂട് പോലെ ഇപ്പൊ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ബ്രദറെ, എന്നെ ഇവിടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് സിഗരറ്റിന്റെ ഭയങ്കര മണം അടിക്കുന്നുണ്ട്. എന്നാൽ ചുറ്റുപാടൊന്നും ആരും സിഗരറ്റ് വലിക്കുന്നവരല്ല, എന്റെ ഭവനത്തിലും അല്ല. അപ്പം അത് ആത്മാവിൽ വെട്ടിവിട്ടോണം. അനാവശ്യമായിട്ടുള്ള സ്മെല്ലുകൾ നമുക്ക് ആ ചുറ്റുവട്ടം നോക്കിയാലൊന്നും കാണത്തില്ല. അവരുവാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് പറഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാത്തിനെയും ദുഷ്ടപിശാചിന്റെ പ്ലാനുകളെ ബന്ധിക്കുന്നു പറഞ്ഞാണ് കേട്ടോ. ഇന്ന് കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. കർത്താവിനെ കണ്ണി കൈവച്ച് പറഞ്ഞോണം, പൂർണ്ണ സൗഖ്യത്തിന് നന്ദി പറഞ്ഞു കേട്ടോ. ഡോക്ടർ തന്നെ പറയും ചെക്ക് ചെയ്യണം. ഡോക്ടർ തന്നെ പറയും ഒരു കുഴപ്പമില്ല, സർജറി വേണ്ടാന്ന് പറയും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവര് പറഞ്ഞാട്ടെ. പറഞ്ഞോ. ഞാൻ ഈ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാങ്ക് സ്വീപ്പറായിട്ട് ജോലി ചെയ്യണം. പാർട്ട് ടൈം സ്വീപ്പറാണ്. അപ്പം 3 മാസം മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞ്, എനിക്ക് 12 ആകുമ്പോൾ പോരെ, 1 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ വരും. അപ്പൊ അങ്ങനെ ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് 4 മണിയായപ്പോൾ ഞങ്ങൾ അസിസ്റ്റന്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇപ്പൊ തന്നെ 10,000 രൂപയുടെ ഒരു അക്കൗണ്ട് തുടങ്ങണം, 4:30 മുമ്പ് ചേച്ചി തുടങ്ങണം എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ ഇങ്ങനെ അന്തം വിട്ടത് പോയി. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പൊ പറഞ്ഞ എങ്ങനെയാ, ആരുടെയില്ല ഇപ്പൊ ഇത്രയും പൈസ എടുക്കാനുള്ള? ഞാൻ ആരോടോ ചോദിക്കുന്നത്, എല്ലാവർക്കും എനിക്ക്
എനിക്ക് അറിയാവുന്നവരെല്ലാം ഞാൻ അക്കൗണ്ട് ചേർപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, ആറോയിന്ന് വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ചേച്ചി, ഞാൻ ഇപ്പം വിളിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച് ചേച്ചി പറഞ്ഞു ചേച്ചി ഇപ്പൊ തന്നെ തുടങ്ങണം. അപ്പൊ എന്റെ മനസ്സിൽ പിന്നെ എന്റെ അനിയത്തിന് ഓർമ്മ വന്നു. ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞപ്പം അവിടെ കൊച്ചിനില്ല, 18 വയസ്സ് അവനായി, എങ്ങും അക്കൗണ്ട് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോയി അവിടെ പോയി ഒരു അക്കൗണ്ട് തുടങ്ങ്, പൈസയുടെ കാര്യം നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അവൾ അങ്ങനെ അവിടെ പോയി അക്കൗണ്ട് തുടങ്ങി. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി അനിയത്തി വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ പൈസ എങ്ങനെ, അപ്പൊ പൈസ ചേച്ചിയോട് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവേ എന്റെ നന്മ അത് ഞാൻ തന്നെ അനുഭവിക്കും, അത് എങ്ങും നഷ്ടപ്പെടാൻ കർത്താവ് അനുവദിക്കരുതപ്പാ എന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഈ അക്കൗണ്ട് ക്യാൻസൽ ആയിപ്പോൾ ഇത് പൈസ ഇടാൻ പറ്റരുതെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പൊ 10,000 രൂപ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പിറ്റേ ദിവസം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയോട് സംസാരിക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അന്ന് പൈസ ഇട്ടില്ല. പിറ്റേ ദിവസം ചെന്നപ്പോൾ ഇതുപോലെ തന്നെ 3-ാം പൊക്കം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറ് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ എങ്ങനെയും ഞാൻ ഇടാമെന്ന് പറഞ്ഞു. അപ്പം സാർ അതവര് സാറ് ആ അക്കൗണ്ടിലേക്ക് ക്ലർക്കിനോട് പറഞ്ഞു പെട്ടെന്ന് അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ അക്കൗണ്ടിലേക്ക് പൈസ പോകാൻ പറ്റത്തില്ല, അത് കട്ടായി നിൽക്കുകയാണ് ബ്രദറെ. പിന്നെ അത് അന്ന് പൈസ ഇടാൻ പറ്റിയില്ല. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും എന്നോട് പറഞ്ഞു. അന്നേരം അവർ അക്കൗണ്ട് നോക്കിയപ്പം ആ അക്കൗണ്ടിലേക്ക് ഒരു കാരണവശാലും പൈസ ആവാൻ പറ്റില്ല, എനിക്ക് അതിനകത്ത് ഇടാനും പറ്റിയില്ല. എന്റെ പൈസ എന്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നു, എനിക്ക് ആ പൈസ നഷ്ടപ്പെടാതെ ദൈവം എന്നെ സഹായിച്ചു. കർത്താവ് വലിയ ഒരു അത്ഭുതമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാവർക്കും എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാവർക്കും ഉണ്ട് ഈ അത് പിടിക്കണമെന്നുള്ള നിർബന്ധമായിരുന്നു. പക്ഷെ എന്റെ പൈസ മാത്രം ദൈവം അത് അവിടെ കട്ടാക്കി തന്ന് അതിനകത്ത് 5 പൈസ പോലും ഇടേണ്ടി വന്നില്ല ബ്രദറെ. ഞാനത് ഭയങ്കരമായ ഒരു അത്ഭുതമാണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന വലിയ നന്മയ്ക്ക് നന്ദി പറയുന്ന പ്രിയ സൗകര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മ നഷ്ടപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി കർത്താവ് അങ്ങ് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും കർത്താവ് അവിടെ ഉയർത്തട്ടെ, മാനിക്കട്ടെ, എല്ലാ വഴികളെയും സ്വർഗം തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് നടത്തട്ടെ കേട്ടോ. ഇനി പറഞ്ഞു. ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ്. ഞാൻ ഒരു 3 ദിവസം മുന്നേ ബ്രദറിന്റെ അടുത്ത് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. നെഞ്ചിങ്ങനെ അടപ്പ് പോലെ വരിക, പിന്നെ നെഞ്ച് അടുത്തടുത്ത് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഒരു വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അത്ര എനിക്ക് ഞാൻ വിചാരിച്ചു അറ്റാക്ക് വന്ന് എന്തെങ്കിലും ആയി പോകുന്നു. അതുവരെ ഈ തിരക്കുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും വിളിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചില്ല. അന്ന് ബ്രദറിനോട് അന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം എനിക്ക് നെഞ്ചെടുപ്പ് വിട്ടു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ഇങ്ങനെ ഇറക്കാനൊന്നും പറ്റില്ല. കുറവാണെങ്കിൽ അതിലേയും കുറവ് വരണ്ടല്ല ഇപ്പം കറണ്ട്. ഭക്ഷണം ഇറക്കാനൊന്നും പറ്റില്ലായിരുന്നു ബ്രദറെ. അപ്പൊ വെള്ളം കുടിക്കാനൊക്കെ എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണം നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഉറങ്ങാനൊന്നും പറ്റില്ല. 5-6 പ്രാവശ്യമൊക്കെ ഞാൻ 12 മണിക്ക് ശേഷം ഉറങ്ങണത്. ഈ 5-6 പ്രാവശ്യമൊക്കെ ഈ 6 മണിയാകുമ്പോഴേക്കും ഞാൻ എണീക്കും അതിലടിക്കും. അപ്പൊ പിന്നെ എത്രത്തോളം ഉറക്കം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെനിക്ക് എന്താ ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നെഞ്ചെടുപ്പ് വിട്ടു, ആ വേദനയും അതെല്ലാം വിട്ടു എനിക്ക്. ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ മകളത്. വല്ലാതെ ഭാരപ്പെട്ടതാണ് കേട്ടത്. നിങ്ങൾ നാളുകളായിട്ട് ആ നെഞ്ചെടുപ്പും ബുദ്ധിമുട്ടും പറഞ്ഞ പോലെ തന്നെ ജോലി ചെയ്യാൻ പോലും കഴിയാതെ, ഉറങ്ങാൻ പോലും ശരിക്കും കഴിയാത്ത രീതിയിൽ ഭാരപ്പെട്ടിരുന്നതാണ്. പക്ഷെ യേശു തൊട്ടു ആ ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകളെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് തമ്പുരാന്റെ നാമത്തിൽ സാക്ഷ്യം പറയുവാനും കൃപ ദൈവം കൊടുത്തതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇത് ദൈവത്താൽ സംഭവിച്ചത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. മാറ്റാരയിലുണ്ട് സാക്ഷ്യം പറയാനുള്ളവര്? മറ്റാരും സാക്ഷ്യമുള്ളവരുണ്ടോ ഈ സമയത്ത്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. പ്രത്യേകിച്ച് ലൈവിൽ കാണുന്നവരെ കൊല്ലത്തും കോട്ടയത്തും 28 കോട്ടയത്ത് 24 സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസുകൾ, അതിന്റെ പോസ്റ്ററുകൾ കാണാൻ പറ്റും. കൊല്ലത്തുണ്ട് 24, കോട്ടയത്തുണ്ട് 28. വെർച്വൽ മീറ്റിംഗ് ആണ്, നേരിട്ട് വരുന്നതല്ല. പക്ഷെ അവിടെ കൂടി വരും. നമ്മൾ ഒരുമിച്ച് അന്യഭാഷ പറയുകയും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉറപ്പായും ദൈവം പ്രവർത്തിക്കും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവാത്മാവ് ഇടപെടുന്നുവെങ്കിൽ ആലോചന
നന്മകളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. എങ്കിലും അതിനേക്കാൾ ഉപരി ദേശത്തിന് വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കുവാൻ കിട്ടുന്ന ഒരു അവസരമാണ്. പ്രാർത്ഥന പോരാളികളാക്കുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നമുക്ക് വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിടുതലിലേക്ക് കൈക്കൊള്ളാം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് കോട്ടയത്ത് ജയൻ മെമ്മോറിയൽ ഹാള്, പഞ്ചായത്ത് ഹാള്, ഹയർസ്കൂൾ ജംഗ്ഷനിലും, കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രം പള്ളത്തിപ്പടി പൊൻപള്ളി റോഡിലും പ്രാർത്ഥന നടക്കുന്നു. ഇതിൽ പങ്കുചേരുക. ജനുവരി മാസം 2026, 24, 26, 28 ഈ ദിവസങ്ങളിലാണ് പങ്കുചേരുക. വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്ത്, മാത്രമല്ല മാർച്ച് മാസത്തിൽ പ്രാർത്ഥന നടക്കുന്നു. വലിയ കർത്താവിന്റെ പ്രവർത്തികൾ ദേശത്ത് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ലോകമെമ്പാടും പ്രയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ വലിയ നിയോഗം ദൈവം നമുക്ക് കൈമാറിയിരിക്കുന്നു. അതുകൂടാതെ ഏപ്രിൽ മാസം കർത്താവ് പരിശുദ്ധാത്മാ പുതിയൊരു ഡയമെൻഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മാസമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. ഒരുമിച്ച് നമുക്ക് കാണാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനത്തെ